നമ്മുടെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന വിഷയത്തെ സംബന്ധിച്ച് ബഹുമാന്യനായ പണ്ഡിതനും പ്രഭാഷകനുമായ അഹമ്മദ് അനസ് മൗലവി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. رب اشرح لي صدري ويسر لي أمري. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. هل أنت إلا إصبع داميتي وفي سبيل الله ما لقيتي. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ,
റബ്ബുൽ ആലമീനായ അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ സമയത്ത് ഇവിടെ ഒത്തൊരുമിക്കാനും അല്ലാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനുമുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും അനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. ഈ സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കിയ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നാം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന അതിബൃഹത്തായ വിശാലമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഏതാനും ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ ഈ സദസ്സിൻ്റെ മുന്നേ അവതരിപ്പിക്കാനുള്ളത്. ഇസ്ലാമിക ലോകത്ത് ഏതൊരു കാലഘട്ടത്തിലും സമൂഹത്തിൽ നിലനിൽക്കേണ്ടുന്ന ഒരാദർശ കൂട്ടായ്മയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നത്. മഹാനായ അല്ലാലഖായി അദ്ദേഹം ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. ഇന്നി ഉഖ്ബറു ബിമൗത്തി റജുലി മിൻ അഹ്ലിസുന്ന വകഅന്നി അഫ്ഖിദു ബഅദ അഅ്ളാഇ. മഹാനായ അബൂ അയ്യൂബ് അബീ തമീമ അദ്ദേഹം പറയുന്നൊരു വാചകമാണത്. അഹ്ലുസുന്നയിൽപ്പെട്ട ഒരാൾ അദ്ദേഹം മരിച്ചു എന്ന വിവരം അതെനിക്കറിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിലെ ഒരു അവയവം അറ്റുപോകുന്ന വേദന എനിക്ക് അനുഭവപ്പെടാറുണ്ട് എന്ന്. കാരണം ഏതൊരു കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ സമൂഹം അനുഭവിക്കുന്ന ജീർണതകൾക്കെതിരെ അള്ളാഹുവിൻ്റെ ഖുർആൻ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകൾ കൊണ്ട് പോരടിച്ചു നിൽക്കുന്ന ഒരു സംഘമായിരിക്കും അവർ. ഇഖ്ലാസോടെ ആത്മാർത്ഥമായി ആ ദൗത്യം നിർവഹിക്കുന്ന ആളുകൾ എന്നും വളരെ കുറച്ചു മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നയിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ സ്വശരീരത്തിലെ ഒരു അവയവം മുറിഞ്ഞു വീഴുന്ന വേദന പലപ്പോഴും എനിക്ക് അനുഭവപ്പെടാറുണ്ട് എന്ന് മുൻഗാമികൾ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് പറയുന്നതാണ്. മാത്രമല്ല ഇസ്ലാം അതിൻ്റെ എതിരാളികൾ എന്നും ഭയപ്പെടുന്നത്, അവർ പേടിക്കുന്നത് അഹ്ലുസുന്നയെയാണ്. അതുകൊണ്ട് തന്നെ അവർ സമൂഹത്തിൽ ഒടുങ്ങിപ്പോകണമെന്ന്, ഇല്ലാതാകണമെന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്നും ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. ഇന്നല്ലദീന യതമന്നൗന മൗത അഹ്ലിസുന്ന, അഹ്ലുസുന്നത്തിന്റെ മരണം അതില്ലാതാകുന്നത് ആഗ്രഹിക്കുന്നവരാണ് എക്കാലഘട്ടത്തിലും എതിരാളികൾ. കാരണം യുരീദൂന അയ്യുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, ദീനിന്റെ ശത്രുക്കൾ എന്നും അവരുടെ നാവ് കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. ആ ശ്രമങ്ങൾ അഖിലവും വിഫലമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വാഗ്ദാനമാണ്, വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അധർമ്മകാരികളായ അവിശ്വാസികളായ ആളുകൾ അവരെത്ര തന്നെ വെറുത്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രകാശത്തെ പൂർത്തിയാക്കും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനമാണ്, വഅദയാണ്. അതുകൊണ്ട് ആരെല്ലാം അഹ്ലുസുന്നയുടെ നാശം കൊതിച്ചാലും അഹ്ലുസുന്നയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ആ എതിർപ്പുകളെയെല്ലാം അതിജയിച്ചുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് യഥാർത്ഥ ദീനിന്റെ വാഗ്ദാക്കൾ, വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അഹ്ലുകാർ ഇവിടെ നിലനിൽക്കും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ വാഗ്ദാനങ്ങളിൽ പെട്ടതാണ് എന്ന് മുൻഗാമികൾ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അവസരങ്ങൾ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഏറ്റവും മഹത്തായ ഭാഗ്യം, അതായത് ഹിദായത്ത് എന്ന് പറയുന്ന സൗഭാഗ്യം, ആ സൗഭാഗ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ അഹ്ലുകാരായി, അതിൻ്റെ വാഗ്ദാക്കളായി, അതിൻ്റെ പ്രയോക്താക്കളായി, അതിൻ്റെ പ്രചാരകരായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നേരിൻ്റെ സരണി അഥവാ സൽസരണി അവലംബിച്ചുകൊണ്ട് എന്താണോ മഹാന്മാരായ മുൻഗാമികളായ അമ്പിയാക്കളായ ആളുകൾ ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞു പഠിപ്പിച്ച ആദർശം, എന്താണോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് കൈമാറിയ ആദർശം, എന്താണോ ആ റസൂലുള്ളയിൽ നിന്ന് സ്വഹാബത്ത് ഏറ്റെടുത്തുകൊണ്ട് ആചരിച്ചു വന്ന ആചാരക്രമങ്ങൾ, നടപടിക്രമങ്ങൾ, അതിൽ വെള്ളം ചേർക്കാതെ മായം ചേർക്കാതെ അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ കഴിയുക എന്നുള്ള സൗഭാഗ്യം, അത് കെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേൽ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. മറ്റെന്തു നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാലും, വേറെ ഏത് മേഖലകളിൽ എന്ത് പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട, എന്നും അവലംബിക്കേണ്ട ഒന്നാണ് ഹിദായത്ത് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട് കാര്യം. മഹാനായ അബൂ ഇദ്രീസ് അൽ ഖൗലാനി റഹിമഹുള്ളയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാചകം, ആ ഹദീസ് ഖുദ്സിയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീമാ റവാ അനില്ലാഹി തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിക്കുകയാണ്. അതിൽ കാണാം, യാ ഇബാദി കുല്ലുകും ളാൽ ഇല്ലാ മൻ ഹദൈതുഹു ഫസ്തഹ്ദൂനി അഹ്ദികും. യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, എൻ്റെ അടിയാറുകളെ, കുല്ലുകും ളാൽ, നിങ്ങളെല്ലാവരും വഴിയറിയാത്തവരാണ്, എല്ലാവരും വഴിയറിയാത്തവരാണ്. ചില ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ വഴി കണ്ടെത്തിക്കൊള്ളാം, ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ വഴി കണ്ടെത്തും, എനിക്ക് ആയത്തോ ഹദീസോ ഒന്നും ആവശ്യമില്ല, സ്വഹീഹായ ഒരു ഹദീസ് കിട്ടിയാൽ പോലും എൻ്റെ ബുദ്ധിയുടെ മൂശയിലിട്ട് കറക്കി എങ്കിൽ മാത്രമേ ഞാനത് സ്വീകരിക്കൂ എന്നൊക്കെ വാദിക്കുന്ന ചില ആളുകളുണ്ട്. ലോകത്ത് ഒരു മനുഷ്യനും അവന്റെ ബുദ്ധി കൊണ്ട് നേരിന്റെ വഴി കണ്ടെത്തുക സാധ്യമല്ല. കാരണം വളരെ കുറച്ചു മാത്രം അറിവ് നൽകപ്പെട്ടവരാണ് മനുഷ്യർ. ഒരുത്തന്റെ ബുദ്ധിയിൽ നല്ലതെന്ന് തോന്നുന്നത് വേറെ ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ലതായിരിക്കില്ല. ഒരുത്തന് മോശമായത് വേറൊരുത്തന് നല്ലതായിരിക്കും. അറിയപ്പെട്ട ഒരു വട്ടിപ്പലിശക്കാരൻ നാട്ടിലുണ്ടെങ്കിൽ അവന്റെ പലിശ എന്ന ഇടപാടിന് 1000 ന്യായീകരണങ്ങൾ നൽകാൻ അവന് കഴിയും. നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ഒരു വേശ്യയുണ്ടെങ്കിൽ അവരുടെ ജീവിതമാർഗം സ്വീകരിക്കുവാനുള്ള വഴി തെരഞ്ഞെടുത്തപ്പോൾ അതിനുള്ള വഴിയുടെ ന്യായീകരണങ്ങൾ അവർക്ക് നിരവധി പറയാനുണ്ടാകും. ഇങ്ങനെ ലോകത്ത് ഏത് തിന്മ ചെയ്യുന്ന മനുഷ്യരുണ്ടോ, സമൂഹമുണ്ടോ, ആ സമൂഹത്തിനൊക്കെ അവരുടെ തിന്മയെ ന്യായീകരിക്കുവാനുള്ള 1000 ന്യായങ്ങൾ പറയാൻ കഴിയും. നമ്മളും നമ്മുടെ ചുറ്റുപാടും എത്രയെത്രയോ ജനവിഭാഗങ്ങളെ കാണുകയാണ്, എത്രയെത്രയോ ആളുകളെ കാണുകയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള വളരെ ലൈംഗിക വൈകൃതങ്ങൾ നിറഞ്ഞ സിദ്ധാന്തങ്ങളുമായി കടന്നു വന്ന നമ്മുടെ നാട്ടിലെ LGBTI സംസ്കാരം അത് ഉൾക്കൊള്ളുന്ന ആളുകൾ നമ്മുടെ പുതിയ തലമുറകളിലേക്ക് പോലും ലൈംഗികാരാജകത്വത്തിന്റെ പുത്തൻ വഴികളെ തുറന്നു കൊടുക്കുന്ന ആളുകളുമായി നിങ്ങൾ സംസാരിച്ചാൽ, സംവദിച്ചാൽ അവരുടെ ആ രതിക്രീഡകൾക്ക്, ആ മോശമായ ലൈംഗിക ഇടപാടുകൾക്ക് അവർ നിരത്തുന്ന ന്യായങ്ങൾ വളരെയധികം ശാസ്ത്രീയമാണ് എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് അവരുടെ അവതരണങ്ങൾ. ആധുനിക സമൂഹത്തിന് അത് ആവശ്യമാണ് എന്ന രൂപത്തിലാണ് അവർ അവതരിപ്പിക്കുന്നത്. അപ്പൊ ലോകത്ത് ഏത് വൃത്തികേടുകളുമായി കടന്നു വരുന്നവനും ഒരുപാട് ബുദ്ധിപരമായ സമർത്ഥനങ്ങൾ അവർ നടത്തുന്നത് കാണാൻ സാധിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ലോകത്ത് അവതരിപ്പിച്ചപ്പോ ആ വിശുദ്ധമായ ദീനിന് നൽകിയ സവിശേഷത എന്താണ് എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ദീനിന്റെ പ്രത്യേകത
ഏതെങ്കിലും നാട്ടുകൂട്ടങ്ങളുടെ ഒരുമിച്ച് കൂടിയിരുന്ന് തീരുമാനിച്ചുണ്ടാക്കുന്ന സിദ്ധാന്തങ്ങൾ മതമായി അവലംബിക്കലല്ല. ഏതെങ്കിലും ഒരു നദീതട സംസ്കാരം സ്വാഭാവികമായും ഒരു ജനത ഒരു നാട്ടിൽ ജീവിച്ച് കുറച്ചു കാലങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു സംസ്കാരം രൂപപ്പെടും. ആ സംസ്കാരത്തിനനുസരിച്ചുകൊണ്ട് ജീവിച്ചു പോരുന്നൊരു തലമുറ അവരുടെ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ട് ആ വഴിയിൽ മുന്നോട്ട് പോവുക എന്ന നിലപാട് സ്വീകരിക്കാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടത്. നേരെ മറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ ഉൾക്കൊള്ളുന്ന ഹിദായത്തിന്റെ മാർഗത്തെ നൂറായി വലിയ പ്രകാശമായി റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ആ പ്രകാശത്തിന്റെ ഉപമ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. മഥലു നൂരിഹി കമിസ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് എന്ന് പറഞ്ഞ് അല്ലാഹു വിശദീകരിച്ചു വരുന്നത് കാണാൻ സാധിക്കും. ആ പ്രകാശത്തിന്റെ ഉപമ ഒരു വിളക്കുമാടം പോലെയാണ്. അതിലൊരു വിളക്കുണ്ട്, ആ വിളക്കിൽ പ്രകാശമുണ്ട്. ആ പ്രകാശമുണ്ടാകാൻ മാത്രം അതിനകത്ത് എണ്ണയുണ്ട്, ജയ്ത്തുണ്ട്. ആ ജയ്ത്ത് അഥവാ അതിന്റെ ഉള്ളിലുള്ള വിളക്കിലുള്ള എണ്ണയുടെ പ്രത്യേകത പോലും ആ എണ്ണ പോലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എണ്ണ പോലും പ്രകാശിക്കുന്നുണ്ട്. യകാദു സൈത്തുഹാ യുളി, ആ എണ്ണ പോലും പ്രകാശിക്കുന്നു. അഥവാ ആ വിളക്കിൽ തീ കൊളുത്തിയിട്ടുണ്ടെങ്കിൽ ആ തീ നിലനിൽക്കുവാൻ ആവശ്യമായി അതിന്റെ ഉള്ളിൽ നിറക്കപ്പെട്ടതിന്റെ ഫ്യുവലായ ഇന്ധനമായ അതിന്റെ എണ്ണ പോലും പ്രകാശിക്കുന്ന രൂപത്തിലുള്ളതാണ്. എന്നിട്ട് റബ്ബ് പറഞ്ഞു, നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം. അള്ളാഹുവിന്റെ ദീനാണത്. നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം എന്ന് പറഞ്ഞാൽ ഇരുളില്ലവിടെ. ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന നേരത്തും പറഞ്ഞ വാചകം അതാണ്, തറക്തുകും അലാ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ. റസൂലുള്ളാഹിന്റെ വാചകമാണ്, തറക്തുകും അലാ മഹജ്ജത്തിൽ ബൈളാ. ഇരുണ്ട യുഗത്തിൽ പ്രകാശവുമായി കടന്നു വന്നു ഒരു ജനതയെ, ഇരുളിൽ ജീവിച്ചൊരു ജനതയെ, അന്ധകാരത്തിൽ ജീവിച്ചൊരു ജനതയെ, അനാശാസ്യങ്ങളിൽ ജീവിച്ചൊരു ജനതയെ പ്രകാശം കൊണ്ട് വഴി നടത്തി വെളിച്ചത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് നിർത്തി. 23 കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ വിട പറയുമ്പോൾ, 63ാമത്തെ വയസ്സിൽ ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ, തറക്തുകും അലാ മഹജ്ജത്തിൽ ബൈളാ, വെണ്മയുള്ള തെളിച്ചമുള്ള ഒരു വഴിയിൽ നിങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാത്രി പോലും പകൽ പോലെ പ്രകാശപൂരിതമാണ്. അഥവാ ഈ വഴിയിൽ രാത്രിയില്ല, ഇരുളില്ല. ആ രാത്രി പോലും പകൽ പോലെ പ്രകാശപൂരിതമായ വ്യക്തമായ വഴിയിൽ നിങ്ങളെ ഉപേക്ഷിച്ചാ ഞാൻ പോകുന്നതെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ ഖുർആൻ അതിനെ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു, നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം, വെളിച്ചത്തിനുമേൽ വെളിച്ചം. അതാണ് ഹിദായത്തിന്റെ വഴി, അതാണ് ദീനിന്റെ വഴി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ വഴിയെ പരിചയപ്പെടുത്തിയിടത്ത് നടത്തിയൊരു പരാമർശമുണ്ട്. എന്താണത്? ലാ ശർഖിയ്യതൻ വലാ ഗർബിയ്യ, ലാ ശർഖിയ്യതൻ വലാ ഗർബിയ്യ. ഇത് കിഴക്കിന്റേതല്ല, പടിഞ്ഞാറിന്റേതല്ല, പാശ്ചാത്യമല്ല, പൗരസ്ത്യമല്ല, മനുഷ്യനിർമ്മിതമല്ല. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ആകാശഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അനന്തകോടി ആ നക്ഷത്രക്കൂട്ടങ്ങളെ പടച്ചു പരിപാലിക്കുന്ന, സൂര്യനെയും ചന്ദ്രനെയും പടച്ച മനുഷ്യ ജാതി അടക്കമുള്ള ഒരുപാട് ജീവിവർഗങ്ങളെ സൃഷ്ടിച്ചു വിട്ട റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പ്രത്യേകമായി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശമാണ് തൻസീലും മിർ റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കിത്തന്നതാണ് എന്നാണ്. നിങ്ങൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തതല്ല, മുളപ്പിച്ചെടുത്തതല്ല. ഇത് തൻസീലും മിർ റബ്ബിൽ ആലമീൻ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്നല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കി തന്നതാണ്. അപ്പൊ റിസാലത്ത് എന്ന് പറയുമ്പോ, ഹിദായത്ത് എന്ന് പറയുമ്പോ അത് ചെറുതല്ല, അത് വലിയ ഒരു സംസ്കാരമാണ്. ആ ഹിദായത്ത് വന്നിട്ടില്ലെങ്കിൽ മനുഷ്യരെല്ലാവരും, എല്ലാ മനുഷ്യരും കൂടിയിരുന്നാൽ പോലും, ലോകത്തുള്ള സർവ്വ ബുദ്ധിജീവികൾ കൂടിയാൽ പോലും ഒരിക്കലും മനുഷ്യന് ഹിദായത്ത് കണ്ടെത്താൻ സാധിക്കില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചത്, കുല്ലുക്കും ളാൽ, മനുഷ്യരെ നിങ്ങളെല്ലാവരും വഴിയറിയാത്തവരാണ്. ഇല്ലാ മൻ ഹദൈതുഹു, ആ വഴി ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരണം. ഇതാണ് മുസ്ലിം ഉമ്മത്ത് ആദ്യം ഉൾക്കൊള്ളേണ്ട അടിസ്ഥാനപരമായ അറിവ്. നമ്മുടെ ഗവേഷണങ്ങളല്ല, നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടേതായ വരണ്ട തത്വശാസ്ത്രങ്ങളല്ല,
നേരെ മറിച്ച് അള്ളാഹു അവതരിപ്പിച്ചു തരുന്ന കിതാബിലൂടെ കിട്ടുന്ന വെളിച്ചമല്ലാതെ മറ്റൊരിടത്തുനിന്നും നമുക്ക് വെളിച്ചമില്ലെന്ന തിരിച്ചറിവ്, അതാണ് ആദ്യം മനുഷ്യന് വേണ്ടത്. അതുകൊണ്ട് സൂറത്തുൽ ഹദീദിൽ മനുഷ്യർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു മഹത്തായ ഒരു സംഗതി. ആ സൂറത്തിന്റെ പേര് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല വെച്ചത് ഹദീദ് എന്നാണ്. അതിന് പോലും പ്രത്യേകതയുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തിന് പേര് വെച്ചത് പോലും ഹദീദ് എന്നാണ്. ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് എന്നാണ് അതിന്റെ അർത്ഥം. ഇരുമ്പ് എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലാക്കണം, ആ ഇരുമ്പ് എന്ന പേരിൽ ഖുർആനിൽ ഒരു അധ്യായം കൊണ്ടുവന്നത് എന്തിന്? വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമല്ലേ. ആ ഖുർആനിൽ എന്തിനാണ് ഇരുമ്പ് എന്ന പേരിൽ ഒരു അധ്യായം കൊണ്ടുവരുന്നത്? ഇനി മാത്രമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ ഖുർആനിൽ മൊത്തം സൂറത്തുകൾ 114 ഈ 114 സൂറത്തുകളുള്ള വിശുദ്ധ ഖുർആനിൽ അതിന്റെ നേരെ മിഡിൽ അഥവാ 114ന്റെ പകുതി 57-ാം നമ്പർ അധ്യായമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദ് കൊണ്ടുവരുന്നത്. അഥവാ വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ മിഡിൽ 57-ാം അധ്യായമായി അള്ളാഹു അവതരിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഹദീദ്. സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കൂലേ സുഹൃത്തുക്കളെ, എന്തിനാണ് ഇരുമ്പിനെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നത്? ആ ഇരുമ്പിന്റെ എഫ് ആണോ ഖുർആൻ പറയുന്നത്? അതിന്റെ ആറ്റോമിക് നമ്പറിനെ സംബന്ധിച്ചാണോ ഖുർആൻ പറയുന്നത്? ഇരുമ്പ് എന്ന വിഷയത്തെ ഖുർആൻ കൊണ്ടുവന്നിട്ട് എന്ത് ചർച്ച ചെയ്യാനാണ്? ആലോചിക്കണം. അവിടെയാണ് വലിയൊരു സന്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല 57-ാം അധ്യായം സൂറത്തുൽ ഹദീദിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ ആയത്ത് ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാന ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത് വഅൻസൽനാ അൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദുൻ വമനാഫിഉ ലിന്നാസ് വലിയഅലമ അല്ലാഹു മൻ യൻസുറുഹു വറുസുലഹു ബിൽ ഗൈബി ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. ആ അധ്യായത്തിൽ അല്ലാഹു സംസാരിക്കുന്നത് റിസാലത്തിനെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് റബ്ബ് പറഞ്ഞു ആ ആയത്തിന്റെ തുടക്കത്തിൽ തന്നെ, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്, സുവ്യക്തമായ തെളിവുകളുമായി നാം ദൂതന്മാരെ, അമ്പിയാക്കളെ പറഞ്ഞു വിട്ടു, റസൂലുമാരെ പറഞ്ഞു വിട്ടു. ആ പ്രവാചകന്മാരുടെ കയ്യിൽ വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ, വേദവും തുലാസും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് ഇറക്കി കൊടുത്തു. ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിയുക്തം നടക്കുവാൻ വേണ്ടിയാണത്. ജനങ്ങൾ നീതിയിൽ ജീവിക്കുവാൻ വേണ്ടിയാണത്. അപ്പൊ നീതിപൂർവം മനുഷ്യർക്ക് ജീവിക്കുവാൻ ആവശ്യമായ സിദ്ധാന്തങ്ങളും നിയമങ്ങളുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥം അവതരിപ്പിച്ചു. മാത്രമല്ല പ്രവാചകന്മാരെയും പറഞ്ഞു വിട്ടു. അപ്പൊ സ്വാഭാവികമായും ഇവിടെ മനുഷ്യരൊരു ചോദ്യമുണ്ട്. നമ്മുടെ നാട്ടിലെ യുക്തിവാദികൾ അടങ്ങുന്ന, നിരീശ്വരവാദികൾ അടങ്ങുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യം, അതിന്റെ ആവശ്യം എന്താണ്? അതിന്റെ കാര്യം എന്താ? എന്തിനാണത്? ആളുകൾ ചോദിക്കണം, എന്തിനാ അതിന്റെ ആവശ്യം എന്താണ്? നമുക്കതിന്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു പോയാൽ പോരെ. നമ്മുടെ മതവും നമ്മുടെ മഹല്ലും നമ്മുടെ ആളുകളും നമ്മുടെ കൂട്ടുകുടുംബാദികളും ഒക്കെ അങ്ങോട്ട് തീരുമാനിച്ചു പോയാൽ പോരെ. അങ്ങനൊരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകും. അതല്ലെങ്കിൽ നമ്മുടെ ഗവേഷണങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ നീതിയുക്തമായ കാര്യങ്ങൾ നിർവഹിച്ചങ്ങ് പോയാൽ പോരെ. അവിടെയാണ് റബ്ബിന്റെ ഇടപെടൽ ഉണ്ടാകുന്ന. അല്ലാഹു പറയുന്നു, ഒരിക്കലും അത് നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾക്ക് സാധ്യമല്ല. ഈ ലോകത്ത് കിട്ടാത്തത് പലതുമുണ്ട്. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ, നമുക്ക് സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ, നമുക്ക് പ്രതാപം ഉണ്ടെങ്കിൽ, നമ്മുടെ കൈ കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ അധികാരം കൊണ്ട് എല്ലാം നേടാം എന്ന്. അല്ലാഹു പറയണില്ല, നിങ്ങൾ എത്ര തന്നെ വിചാരിച്ചാലും ലോകത്ത് കിട്ടാത്ത പലതുമുണ്ട്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിന് ഉദാഹരണം, വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദ്, വഅൻസൽനൽ ഹദീദ്, നിങ്ങൾക്ക് നാം ഇരുമ്പിറക്കി തന്നില്ലയോ എന്ന്. ഇത് പറയാനാണ് ഖുർആൻ സൂറത്തുൽ ഹദീദിൽ ഒരു അധ്യായം കൊണ്ടുവന്നത്. വഅൻസൽനൽ ഹദീദ, നിങ്ങൾക്ക് നാം ഇരുമ്പ് ഇറക്കി തന്നില്ലയോ എന്ന്. കാരണം ഒരിക്കലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ ഭൗതികമായ മെറ്റീരിയലുകൾ കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നതല്ല ഇരുമ്പ് എന്നുള്ളത്. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി തന്നതാണ്. ഭൂമിയിലെ മെറ്റീരിയലുകൾ കൊണ്ട് ഒരിക്കലും ഇരുമ്പ് മനുഷ്യൻ രൂപപ്പെടുത്താൻ കഴിയില്ല. നൂറ്റാണ്ടുകളായി ഭൂമിയിലേക്ക് വർഷിച്ച ഉൽക്കകളിൽ നിന്ന് അഥവാ നക്ഷത്രങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നെത്തി ഭൂമിയിൽ അടിഞ്ഞുകൂടിയ
ഭൂമിയുടെ മിഡിൽ ഭാഗത്ത് ഏറ്റവും അധികം സെറ്റ് ചെയ്യപ്പെട്ട ഒന്നാണ് ഇരുമ്പ്. ഈ ഭൂമിയുടെ മൊത്തം ഭാരത്തിൽ ഏതാണ്ട് 40% പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട, മറ്റു നക്ഷത്രങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട ഇരുമ്പിന്റെ കനമാണ് ഭൂമിയുടെ കനത്തിന്റെ ഏതാണ്ട് 40%. ആധുനിക ലോകത്ത് ആധുനിക ശാസ്ത്രം വിശദീകരിക്കുമ്പോ ഭൂമിയിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായി ഇരുമ്പ് വാനലോകത്ത് നിന്ന്, നക്ഷത്രങ്ങളിൽ നിന്ന് ഉൽക്കകൾ ഭൂമിയിലേക്ക് പതിച്ച് അതിൽ നിന്ന് ഭൂമിയിലെത്തിച്ചു തന്നതുപോലെ മനുഷ്യരെ ഒരിക്കലും നിങ്ങൾക്ക് ഭൂമിയിൽ ലഭിക്കാത്ത ഹിദായത്ത്, നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ കഴിയാത്ത ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരിലൂടെ, അവന്റെ നബിമാരിലൂടെ നിങ്ങൾക്ക് തന്നതാണ്. അതാണ് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ കിട്ടാക്കനി അഥവാ ഏറ്റവും വലിയ സൗഭാഗ്യം. അതുകൊണ്ട് മനുഷ്യരെ, ആ ഹിദായത്തിന്റെ വഴി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ കുല്ലുകും ളാൽ, വഴിയറിയാതെ ഉഴറുന്ന ഒരു സമൂഹമായി നിങ്ങൾ മാറുമായിരുന്നു. ഇല്ലാ മൻ ഹദൈതുഹു, നേരിന്റെ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലായിരുന്നെങ്കിൽ, അതുകൊണ്ട് ഫസ്തഹ്ദൂനി അഹ്ദികും, സദാ നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിച്ചു കൊള്ളണേ, സന്മാർഗത്തെ ചോദിച്ചു കൊള്ളണേ. അല്ലാഹു സുബ്ഹാനഹു തആല ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് പ്രായപൂർത്തിയായത് മുതൽ മരിക്കുന്നത് വരെ നിർബന്ധമായും അല്ലാഹുവുമായി മുനാജാത്ത് നടത്തണം എന്ന് കൽപ്പിക്കപ്പെട്ട ഓരോ മുസ്ലിമും അവന്റെ എല്ലാ നിസ്കാര വേളകളിലും റബ്ബിനോട് നിർബന്ധമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു ആവശ്യമുണ്ട്. എന്താണത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ വഴിയിലൂടെ എന്നെ നയിക്കണമേ, ഹിദായത്തിന്റെ വഴിയിലൂടെ എന്നെ നയിക്കണമേ. നിർബന്ധമായും റബ്ബിനോട് നടത്തുന്ന ദുആയാണ്. മരിക്കുന്നത് വരെ മുഅ്മിനായ മനുഷ്യനത് നിർവഹിക്കുകയാണ്. 60 വയസ്സ് കഴിഞ്ഞ വല്ലുപ്പ ഇനി അത് ദുആ ചെയ്യണ്ട, കാരണം പ്രായം ഇത്രയായില്ലേ എന്ന് ചിന്തിക്കാൻ പാടില്ല. കാരണം ഹിദായത്ത് എന്നുള്ളത് അവസാനം വരെ, അന്ത്യശ്വാസം വരെ നിലനിൽക്കേണ്ടതാണ്. മാത്രമല്ല അത് റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന സൗഭാഗ്യവുമാണ്. ആ സൗഭാഗ്യം ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടുള്ളതല്ല. കാരണം ആ ഹിദായത്ത് ഒരാൾക്ക് ലഭിച്ചുവെങ്കിൽ എന്ന് ഒരുപാട് നമുക്ക് മറ്റൊരാളെ കുറിച്ച് ആഗ്രഹിക്കാം, ആശിക്കാം. പക്ഷേ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഫദ്ലില്ലാതെ അത് ഒരാൾക്കും കിട്ടുന്നതല്ല. അതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് മഹാനായ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. വളരെ ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ പറഞ്ഞില്ലയോ, അലം യജിദ്ക യതീമൻ ഫആവ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. സൂറത്തുൽ ദുഹയിലൂടെ അല്ലാഹു പറഞ്ഞില്ലയോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അലം യജിദ്ക യതീമൻ ഫആവ, ഓ നബിയെ താങ്കൾ യതീമായിരുന്നില്ലയോ, അനാഥനായിരുന്നില്ലയോ, ജനിച്ചപ്പോൾ തന്നെ യതീമായില്ലയോ അങ്ങ് പറഞ്ഞത്? കാരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന ബീവിയുടെ ഉദരത്തിൽ കഴിയുന്ന കാലത്ത് തന്നെ അബ്ദുള്ള എന്നവർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ തന്നെ യതീമായിട്ടാണ് പിറന്നു വീണത്. വാപ്പയെ കാണാൻ, ഉപ്പയെ കാണാൻ ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് കഴിഞ്ഞില്ല. അവിടെ നിന്ന് ജീവിതം ആരംഭിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹലീമ ബീവിയുടെ ആർദ്രതയ്ക്ക് വിട്ടുകൊടുക്കപ്പെടുകയാണ്. മുലയൂട്ടുന്ന കാലഘട്ടം. ആ ചെറുപ്പകാലം ഹലീമ ബീവിയോടൊപ്പം കഴിഞ്ഞു. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മയായ ആമിന എന്നവരുടെ അടുക്കിലേക്ക് മടങ്ങി വന്ന് ആ ആമിന എന്നവരോടൊപ്പം തന്റെ ഉമ്മയുടെ സ്നേഹം ഇങ്ങനെ, ലാളനകൾ ഇങ്ങനെ അനുഭവിച്ച് ജീവിക്കുന്നതിനിടയിൽ മദീനയിൽ ഉണ്ടായിരുന്ന ഉപ്പയുടെ സഹോദരങ്ങൾ, ഉപ്പയുടെ ബന്ധുക്കൾ, ആ ബന്ധുക്കളെ കാണാൻ ഉമ്മയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതാണ്ട് ചെറുപ്രായത്തിൽ യാത്ര പോവുകയാണ്. 5-6 വയസ്സ് മാത്രം പ്രായമുള്ള കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോയി. അങ്ങനെ യാത്ര പോയിട്ട് ബന്ധുമിത്രാദികളെ അഥവാ തന്റെ ഉപ്പയുടെ ബന്ധുമിത്രാദികളെ കണ്ട് മടങ്ങി വരുമ്പോ അബവ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവായ ആമിന എന്നവർക്ക് കലശലായൊരു രോഗം ബാധിക്കുകയാണ്. മടങ്ങി വരുന്ന വരവാണ്. ആ രോഗാതുരമായ അവസ്ഥയിൽ നിന്ന് ഉമ്മക്കൊരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞില്ല. അബവായിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവും വിട പറയുകയാണ്. ആ അബവായിൽ തന്നെ ആമിന എന്നവരുടെ ഖബറിതാ നിർമ്മിക്കുകയാണ്. ആ ഖബറിൽ അവർ കഴിച്ചുകൂട്ടേണ്ടി വരികയാണ്. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് മടങ്ങി വരുമ്പോൾ, മദീനയിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങി വരുമ്പോൾ ആരുമില്ല കൂടെ. തന്റെ പിതാവായ അബ്ദുള്ള എന്നവർ
തന്റെ ഉമ്മയായ ആമിന എന്നവർക്ക് നൽകിയിരുന്ന ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു, ഉമ്മു ഐമൻ എന്ന പേരിലുള്ള സ്ത്രീ. അവരുടെ കൈപിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനാഥനായി, ഉപ്പയില്ലാതെ ഉമ്മയില്ലാതെ മക്കയുടെ മണ്ണിലേക്ക് മടങ്ങി വന്നപ്പോൾ ആ പ്രവാചകനെ ഏറ്റെടുത്തത് റസൂലുള്ളാഹിന്റെ വല്യാപ്പ എന്നവരാണ്, അബ്ദുൽ മുത്തലിബാണ്. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ അബ്ദുൽ മുത്തലിബും ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ചെറുപ്രായത്തിൽ തന്നെ ഏറ്റെടുത്തവരാണ് അബൂ ത്വാലിബ് എന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സർവ്വ പിന്തുണകളും നൽകിയ മഹാനാണ്. എല്ലാവിധ ഔദാര്യങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തിത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സിൽ നുബൂവത്ത് കിട്ടുമ്പോഴും അബൂ ത്വാലിബിന്റെ കീഴിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നുബൂവത്ത് 40-ാമത്തെ വയസ്സിൽ ലഭിച്ചത് മുതൽ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറ്റെടുക്കേണ്ടി വന്ന കാലഘട്ടത്തിലും എല്ലാവരും മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറഞ്ഞപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹിഷ്കരിച്ചപ്പോഴും ശൈബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ പ്രവാചകനെ അവർ പട്ടിണിക്കിടാൻ വേണ്ടി ബഹിഷ്കരണം അഥവാ അക്കാലഘട്ടത്തിൽ മസ്ജിദുൽ ഹറം എന്ന പള്ളിയിലെ മഹല്ല് വിലക്കി പ്രവാചകനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവിധ പിന്തുണയും നൽകി പ്രവാചകന്റെ കൂടെ നിന്ന് അബൂ ത്വാലിബ് ഈ വിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് കൊതിച്ചു പോയിട്ടുണ്ട്, ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിലാഷമായിരുന്നു. പലപ്പോഴും അബൂ ത്വാലിബിനോട് റസൂലുള്ളാഹി പറഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷേ അതേ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് എല്ലാ പിന്തുണയും നൽകിയ അബൂ ത്വാലിബ് എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം പരസ്യമായി പ്രഖ്യാപിച്ചില്ല. അത് ആ ആദർശം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസിയായി പിന്തുണച്ചില്ല. ആ രൂപത്തിൽ തന്നെ ജീവിച്ചവസാനം മരണം അടുത്ത നേരത്ത്, അബൂ ത്വാലിബ് മരിക്കാൻ പോകുന്ന നേരത്ത് അബൂജഹലടങ്ങുന്ന മുഴുവൻ ആളുകളും അവിടെ ഹാജറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടെ ഹാജറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ തന്റെ പ്രിയപ്പെട്ട തന്നെ പോറ്റി വളർത്തുന്ന തന്റെ ഉപ്പയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തനിക്കെല്ലാ സപ്പോർട്ടും തരുന്ന അബൂ ത്വാലിബിനോട് പറയാണ്, ഖുൽ യാ അമ്മീ ലാ ഇലാഹ ഇല്ലല്ലാഹ്. റബ്ബുൽ ആലമീനായ അല്ലാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞു നോക്കാം, പക്ഷേ ഒരൊറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ ഉപ്പ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പറഞ്ഞേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പ്രഖ്യാപിച്ചേക്ക്. ഇതാ അവിടെ കിടന്നുകൊണ്ട് അബൂ ത്വാലിബ് അബൂജഹലിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, അവിടെ കൂടിയ ഖുറൈശി പ്രമുഖന്മാരുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അവർ ഭീഷണിപ്പെടുത്തുകയാണ്, വെറുതെ അവസാന സമയത്ത് ആരെക്കൊണ്ടും പറയിപ്പിക്കാൻ നിൽക്കണ്ട, നമുക്ക് അബ്ദുൽ മുത്തലിബിന്റെ മാർഗമുണ്ട്, നമ്മുടെ തറവാടിനൊരു മഹിമയുണ്ട്, ഈ പുത്തൻവാദത്തിൽ പോയിട്ട് നിന്റെ ആയുസ്സും നിന്റെ ജീവിതവും അതുപോലെ തന്നെ സൽകീർത്തിയും ഒന്നും നഷ്ടപ്പെടുത്താൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുമിഴിച്ച് ഖുറൈശികളായ ആളുകൾ വിരട്ടുന്നുണ്ട്. കണ്ണ് നനഞ്ഞുകൊണ്ട് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി വീണ്ടും പറയുന്നുണ്ട്, ഖുൽ യാ അമ്മീ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആദർശം നിങ്ങളൊന്ന് പറയൂ ഉപ്പാ. പക്ഷേ ആവർത്തിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അബൂ ത്വാലിബിനോട് പറയുന്നു. അബൂ ത്വാലിബിന് അത് സ്വീകരിക്കാൻ കഴിയുന്നില്ല, പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി പറയുന്ന ദീൻ അത് ഹഖായ ദീനാണ് എന്ന അറിവില്ലാത്തത് കൊണ്ടല്ല, ഇത് സത്യമായ കാര്യമാണെന്നറിയാത്തത് കൊണ്ടല്ല. നേരെ മറിച്ച് അബൂ ത്വാലിബ് തന്നെ പലപ്പോഴും പാടി നടന്നത്, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ. ഈ ലോകം കണ്ടതിൽ ഏറ്റവും ഉത്തമമായ ഖൈറായ ദീനാണ് മുഹമ്മദ് പറയുന്ന ദീനെന്ന് എനിക്കറിയാം, അതുറപ്പായും എനിക്കറിയാം. കാരണം മുഹമ്മദ് അൽ അമീനാണ്, സത്യസന്ധനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അബദ്ധം പറയാത്തയാളാണ്, തെറ്റു ചെയ്യാത്തയാളാണ്. ആ റസൂലുള്ളാഹിയോടൊപ്പം ജീവിച്ച അബൂ ത്വാലിബിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അബൂ ത്വാലിബ് പറയാണ്, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ. മാനവരാശി കണ്ടതിൽ ഏറ്റവും ഖൈറായ ദീൻ മുഹമ്മദിന്റെ മതമാണ്, മുഹമ്മദിന്റെ ആദർശമാണെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ ലൗലൽ മലാമതു ഔ ഹിദാരി മസബ്ബത്തിൻ ലവജത്തനി സംഹം ബിദാക മുബീനാ. ഞാൻ ആ ആദർശം സ്വീകരിച്ചാൽ മറ്റുള്ളവരെന്നെ ചീത്ത പറയും, ആക്ഷേപിക്കും, അധിക്ഷേപിക്കും. ഇത് ആ പാരമ്പര്യത്തെ കൈയൊഴിഞ്ഞ് പുത്തൻവാദി എന്ന് പറഞ്ഞുകൊണ്ട് തെറിവിളിക്കും.
അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്നെ ചീത്ത പറയുമോ എന്ന പേടി എനിക്കില്ലായിരുന്നെങ്കിൽ, അതുപോലെ മറ്റുള്ളവരുടെ ആക്ഷേപങ്ങൾ ഞാൻ പേടിച്ചില്ലായിരുന്നെങ്കിൽ, ലവജത്തനി സംഹം ബിദാക മുബീനാ, പൂർണ്ണമായും മുഹമ്മദിന്റെ ആദർശം ഉൾക്കൊള്ളുന്ന ആളായി ഞാൻ മാറുമായിരുന്നു, അതിലേക്ക് ഞാൻ വരുമായിരുന്നു. പക്ഷെ അബൂ ത്വാലിബിന്റെ മനസ്സിൽ കടന്നു വന്ന പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഇത് സ്വീകരിച്ചാൽ, ഹിദായത്ത് സ്വീകരിച്ചാൽ, മുഹമ്മദിനൊപ്പം കൂടിയാൽ അത് സത്യമായ ആദർശമാണ്, ശരിയാണ്. പക്ഷേ അതിനോടൊപ്പം നിന്നാൽ ഭൂരിപക്ഷം ജനവും ആക്ഷേപിക്കും, അധിക്ഷേപിക്കും, തെറി പറയും, മാറ്റി നിർത്തും. അതുകൊണ്ട് തന്നെ അതിനെ ഭയപ്പെട്ടുകൊണ്ട് അത് സ്വീകരിക്കാൻ അബൂ ത്വാലിബ് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അവസാനം അദ്ദേഹം അതേ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുമ്പോ, പിടഞ്ഞു മരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചുവേദനിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് നനഞ്ഞു. അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയോട് പറയുന്നത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. മുഹമ്മദ് നബിയെ, താങ്കൾക്ക് ഇഷ്ടമുള്ളവരെ ഹിദായത്തിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കുക. നിങ്ങൾക്കൊരാളോട് ഇഷ്ടമുണ്ട്, അയാൾ ഹിദായത്തിലാകണമെന്ന് വിചാരിക്കുക, അങ്ങനെ അയാൾ ഹിദായത്തിലാവുക, അങ്ങനെ ഒരു സംവിധാനമില്ല. അതുകൊണ്ട് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നിങ്ങൾ അതേ ഹിദായത്തിലാക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഹിദായത്തിലാക്കുക എന്നത് നിങ്ങളെ കൊണ്ട് സാധ്യമുള്ള കാര്യമല്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, ഹിദായത്തിന്റെ വഴി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയല്ലാതെ ഹിദായത്താക്കുന്നവൻ റബ്ബാണ്, അല്ലാഹുവാണ്. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർ ഹിദായത്തിലാക്കുന്നു. വല്ലാഹു അഅലമു ബിൽ മുഹ്തദീൻ, അല്ലാഹുവാണ് ഹിദായത്തുള്ള ആളുകളെ സംബന്ധിച്ച് നന്നായി അറിയുന്നവൻ. ഹിദായത്ത് സ്വീകരിച്ചവരെ കുറിച്ച് അല്ലെങ്കിൽ ഹിദായത്ത് നൽകപ്പെട്ടവരെ കുറിച്ച് നന്നായി അറിയുന്നവൻ അല്ലാഹയാണ്. അതുകൊണ്ട് തന്നെ ഹിദായത്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു മനുഷ്യനും നൽകുന്ന സൗഭാഗ്യമാണ്, ഫളലാണ്, ഔദാര്യമാണ്. അതുകൊണ്ടാണ് ഹിദായത്തിന്റെ വഴിയിലൂടെ നടക്കുന്നവർ, അത് കിട്ടിയ മനുഷ്യർ നിരന്തരം റബ്ബിനോട് പറയുന്നത്, റബ്ബനാ ലാ തുസിഅ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഹിദായത്ത് തന്നതിനു ശേഷം ഒരിക്കലും ഞങ്ങളുടെ ഖൽബുകളെ മാറ്റിക്കളയല്ല അല്ലാഹ്. ഞങ്ങളെ ഹിദായത്തിലാക്കിയതിനു ശേഷം ഒരിക്കലും ഞങ്ങളെ നീ പിഴപ്പിച്ചു കളയല്ല അല്ലാഹ്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. അല്ലാഹുവേ, നേരിന്റെ വഴി, സന്മാർഗം ഞങ്ങൾക്ക് നീ തന്നതിനു ശേഷം ആ യഥാർത്ഥമായ വഴിയിൽ നിന്ന്, ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് ഞങ്ങളെ നീ തെറ്റിച്ചു കളയല്ലേ അല്ലാഹ്. റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. മനസ്സിലാക്കണം, ഇതൊരാൾ മാത്രമല്ല, നേരെ മറിച്ച് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദ് നബി പോലും ജീവിതത്തിൽ ഏറ്റവും അധികം നടത്തിയ ഒരു ദുആ, ഏറ്റവും അധികം നടത്തിയ ഒരു പ്രാർത്ഥന ഏതായിരുന്നു? ആ പ്രാർത്ഥന, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദീൻ ആ ദീൻ നീ പഠിപ്പിച്ച ഇസ്ലാമാകുന്ന ദീനാകണം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരിക്കലും തെറ്റിച്ചു കളയരുത്, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരിക്കലും മാറ്റിക്കളയരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഖൽബിലാണ് നമ്മുടെ ഹിദായത്തിന്റെ എല്ലാ പ്രകാശവും നിലനിൽക്കേണ്ടത്. നമ്മുടെ ഖൽബിലാണ് എല്ലാ നന്മകളും നിലനിൽക്കേണ്ടത്. നമ്മുടെ ഹൃദയം കൊണ്ടാണ് ഈ യഥാർത്ഥമായ വഴി നാം സ്വീകരിക്കേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നമ്മുടെ ഖൽബിലേക്കാണ്, നമ്മുടെ ഹൃദയത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഹിദായത്തിന്റെ വഴിയിൽ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ആവശ്യം. എന്നാൽ നമുക്കറിയാം, ലോകത്ത് മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് സത്യമാർഗത്തെ തെറ്റിച്ചു കളയാനുള്ള ഒരുപാട് പദ്ധതികൾ ലോകത്ത് നിലനിന്നു പോരുന്നുണ്ട്. ലോകത്ത് ഒരുപാട് മാർഗങ്ങൾ നിലനിന്നു പോരുന്നുണ്ട്. മനുഷ്യനെ സത്യമാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന, യഥാർത്ഥമായ വഴിയിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന അനവധി വഴികൾ നിലനിൽക്കുന്നുണ്ട്. പിശാചിന്റെ നിരവധി കെണിവലയങ്ങൾ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് വളരെ കൃത്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു വര വരച്ച് കാണിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്,
നേരായ ഒരു വര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ചു. എന്നിട്ട് അതിന് ക്രോസ് ചെയ്തുകൊണ്ട് നിരവധി വരകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടുവിൽ വരച്ച നേരായ വഴി ചൂണ്ടി പറഞ്ഞു, ഹാദാ സബീലി, ഇതാണ് നേരായ എന്റെ വഴി, നേരായ എന്റെ വഴി. അതിനപ്പുറത്ത് ക്രോസ് ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറെ വരകൾ വരച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഹാദിഹി സുബുലുൻ, ഇത് വ്യത്യസ്തങ്ങളായ വഴികളാണ്, ഇത് വ്യത്യസ്തങ്ങളായ വഴികളാണ്. നേരായ വഴിയിൽ നിങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ വഴിയുടെ ഓരോ കവാടങ്ങളിലും ഒരു പിശാച് നിങ്ങളെ കാത്തു നിൽപ്പുണ്ടാകും, ഒരു ശൈത്താൻ നിങ്ങളെ കാത്തു നിൽപ്പുണ്ടാകും. എന്നിട്ട് നിങ്ങളെ ആ വഴിയിലേക്ക് അവൻ വിളിച്ചു കൊണ്ടുപോകും. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ ആകൃഷ്ടരായി എങ്ങോട്ട് പോകും? ആ വഴി ഒരിക്കലും സ്വർഗത്തിലേക്കുള്ള വഴിയല്ല. നേരെ മറിച്ച് ഹാദിഹി സുബുലുൻ, അത് വ്യത്യസ്തങ്ങളായ വഴികളാണ്. ആ വഴികൾ നരകത്തിലേക്കുള്ള വഴിയാണ്, മനുഷ്യനെ വഴിതെറ്റിച്ചു കളയുന്ന മാർഗമാണ്. നേരായ വഴിയിൽ നിന്ന് മനുഷ്യരെ തെറ്റിച്ചു കളയുന്ന മാർഗമാണ്. അതുകൊണ്ട് ആ വഴിയിലേക്ക് അല്ലെങ്കിൽ ആ വഴികളിലേക്ക് ഒരിക്കലും നിങ്ങൾ നീങ്ങിപ്പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി വിശദീകരിക്കുകയാണ്. ഇത് റസൂൽ പഠിപ്പിച്ചു തന്നത് എന്തിനാ? ഹിദായത്ത് അത് കിട്ടിയ മനുഷ്യർ അതുമായി സഞ്ചരിക്കുമ്പോ കൃത്യമായ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പ്രമാണബദ്ധമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോ അവിടെ നിന്ന് മനുഷ്യനെ തെറ്റിക്കാൻ പലവിധ വേലകളുമായി പിശാച് വഴിയിൽ കാത്തുനിൽപ്പുണ്ടാകും. അതിനെ അതിജയിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ടാസ്ക്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ പരീക്ഷണം അതാണ്. അതിനാണ് റബ്ബ് നമുക്ക് ജീവിതം തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതം തന്നത് പലപ്പോഴും നമ്മളിൽ പലരും തെറ്റിദ്ധരിച്ചത് നമുക്ക് ആനന്ദിക്കാനാണ്, ദുനിയാവിൽ സുഖിക്കാനാണ്, ദുനിയാവിൽ എല്ലാ നിലക്കും അടിച്ചു പൊളിക്കാനാണ്. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ആ ഒരിക്കൽ മനുഷ്യന് നൽകപ്പെട്ട ജീവിതം കൊണ്ട് പരമാവധി ആസ്വദിച്ച് മുന്നോട്ട് പോകാം എന്ന് തെറ്റിദ്ധരിച്ചവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും. അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്ത് ദുനിയാവ് അതുമായി ബന്ധപ്പെട്ട് മാത്രം ചിന്തിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. ദീനിയായ ഒരു സംരംഭത്തിലേക്കും അവർക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയില്ല. അങ്ങനെയുണ്ട്. പേര് മുസ്ലിമായിരിക്കും, അല്ലെങ്കിൽ അറിയപ്പെട്ട പേര്, ആ പേരിൽ വളരെയധികം ദീനി പിന്നെ പ്രഭ ചൊരിയുന്ന രൂപത്തിലുള്ള പേരായിരിക്കും വാപ്പയിട്ടിട്ടുണ്ടാവുക, ഉമ്മയിട്ടിട്ടുണ്ടാവുക. പക്ഷേ ദീനുമായി ഇസ്ലാമുമായി ഒരു ബന്ധം ഉണ്ടാവില്ല. അവന്റെ ചിന്ത മുഴുവനും ഐഹിക പ്രധാനമാണ്, ദുനിയാപ്രധാനമാണ്. കാരണം അവന്റെ ചിന്ത ഇവിടെ അള്ളാഹു നമുക്ക് ഈ ജീവിതം തന്നത് പരമാവധി ആസ്വദിക്കാനാണ് എന്നാണ്. അതുകൊണ്ട് ദുനിയാവിൽ സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ, അവിടെ നേട്ടമുണ്ടാക്കാൻ ഓടി നടക്കുന്ന മനുഷ്യരുണ്ട്. അവന് ദീനീ സംരംഭങ്ങളുമായി ഒരു ബന്ധം ഉണ്ടാവില്ല. അവന് അഹ്ലുൽ സുന്നത്തല്ല, അഹ്ലുൽ ബിദ്അത്തല്ല, ഇതുമായി ഒരു ബന്ധവും ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ടാകും. മനസ്സിലാക്കണം, അവരാണ് ഈ ഭൂമി ലോകത്തെ ഏറ്റവും അധികം ബുദ്ധിശൂന്യരായ ആളുകൾ. ഏറ്റവും അധികം ബുദ്ധിയില്ലാത്ത മനുഷ്യർ അവരാണ്. എന്നുവെച്ചാൽ അവർക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല, അവർക്ക് സമയമില്ല എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് സമയമില്ല, അതിൽ നേരം കളയാൻ ഞങ്ങളില്ല എന്ന് പറയുന്ന മനുഷ്യരുണ്ട്. അവർക്ക് പിന്നെ നേരം കളയാനുള്ളത് എവിടെയാണ്? അത് ദുനിയാവിന്റെ ആസക്തിയിലാണ്, ദുനിയാവിന്റെ ലോകത്താണ്, അവിടെ നേട്ടമുണ്ടാക്കലാണ്. എങ്കിൽ വളരെ കൃത്യമായി നമ്മൾ തിരിച്ചറിയണം, ഈ ഐഹിക ലോകത്തെ ഈ സംവിധാനങ്ങൾ ഒന്നും ഒരു മനുഷ്യനും ഒരു തൃപ്തിയും കൊടുക്കില്ലെന്ന് മാത്രമല്ല, ഭൗതിക ലോകത്ത് മനുഷ്യന് ഒരുക്കപ്പെട്ട ഈ സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങളുടെ പിന്നാലെ പോയാൽ അങ്ങേറ്റം നിരാശനായി, ജീവിതത്തിൽ അങ്ങേറ്റം നിരാശനായി, ജീവിതത്തിൽ നേടേണ്ടതൊന്നും നേടാതെ പരാജിതനായി ഈ ലോകത്ത് നിന്ന് യാത്രയാകേണ്ടി വരുന്നൊരു സാഹചര്യമല്ലാതെ മറ്റൊന്നും അവന് ജീവിതത്തിൽ നേടുക സാധ്യമല്ല. അത്തരം ആളുകളെ വിശുദ്ധ ഖുർആൻ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ദീൻ വളരെ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവരെ വിളിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ ദീനൊന്നും വേണ്ടടേ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ പിന്നാലെയാണ് അവർ. ആ ദുനിയാവിന്റെ പ്രശ്നങ്ങളിൽ പൂണ്ടത്, അതിന്റെ ഉള്ളിൽ ആണ്ട് അവർ ജീവിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് അൽഹാകുമുത് തകാസുർ, ഈ ദുനിയാവിൽ പൂണ്ടുപോയ മനുഷ്യരെ, ദുനിയാവിന്റെ വിഷയത്തിൽ തിരക്കായി പോയ മനുഷ്യരെ, ചിന്തിക്കേണ്ടത് ചിന്തിക്കാതെ, ആലോചിക്കേണ്ടത് ആലോചിക്കാതെ, ഇടപെടേണ്ടിടത്ത് ഇടപെടാതെ ദുനിയാസക്തിയിൽ പൂണ്ടുപോയ മനുഷ്യരെ, പരസ്പരം പെരുപ്പം കാണിക്കാനുള്ള ഓട്ടമാണല്ലോ നിനക്ക്, അവനേക്കാൾ എനിക്കുണ്ട് എന്ന് കാണിക്കാനുള്ള തിരക്കാണല്ലോ നിനക്ക്. നീ ഇങ്ങനെ ഓടി നടന്ന് എത്ര പൊങ്ങച്ചം കാണിച്ചാലും, എത്ര പ്രൗഢി കാണിച്ചാലും, എത്ര ജാട കാണിച്ചാലും, എത്ര ഔന്നത്യം നേടിയാലും അതേതുവരെ മാത്രമാണ്? ഹത്താ സുർതുമുൽ മഖാബിർ,
ഹത്താ സുർതുമുൽ മഖാബിർ, നാളെ നീ ഖബറിലേക്ക് വീഴുന്നത് വരെ മാത്രമല്ലേ ഉള്ളൂ. അത് ഖബറിൽ വീണു പോകുന്നത് വരെ മാത്രമല്ലേ ഉള്ളൂ നിന്റെ ജാടകൾ. ഖബറിൽ എത്തുന്നത് വരെ മാത്രമല്ലേ ഉള്ളൂ നിന്റെ അഹങ്കാരങ്ങൾ. ആ ഖബറിലേക്ക് എത്തുന്നത് വരെ മാത്രമല്ലേ ഉള്ളൂ നിന്റെ പൊങ്ങച്ചങ്ങൾ, നിന്റെ പ്രൗഢികൾ. വിശുദ്ധ ഖുർആൻ ആ ഒറ്റ വാചകത്തിൽ മനുഷ്യന്റെ സർവ്വജാടകളെയും അള്ളാഹു ഭൂമിയിൽ കുഴിച്ചുമൂടി. മനുഷ്യന്റെ എല്ലാ ഗർവിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കുഴിച്ചുമൂടി ദുനിയാവിൽ. കാരണം മനുഷ്യൻ ഒന്നുമല്ലെന്ന തിരിച്ചറിവിലേക്ക് ആദ്യം മനുഷ്യൻ വരണം. ഞാൻ ഒന്നുമല്ല എന്നുള്ള ആ ചിന്തയിലേക്ക് ഞാൻ കടന്നു വരാതെ എന്റെ കൽബിലേക്ക് വെളിച്ചം കയറൂല, എന്റെ ഹൃദയത്തിലേക്ക് വെളിച്ചം കയറൂല. അതുകൊണ്ട് തന്നെ മനുഷ്യനെ ദീനിൽ നിന്ന് അകറ്റുന്ന എല്ലാവിധ ജാടകളിൽ നിന്നും ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് സന്ദേശം നൽകിക്കൊണ്ട് റബ്ബ് അവരെ പുറത്തു കൊണ്ടുവരികയാണ്. ആദ്യം ആ ചിന്തകളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഖബറിൽ ആ ചിന്തകൾ മുഴുവൻ കുഴിച്ചുമൂടി. മനുഷ്യൻ ഒരിക്കലും ഒരു ജാടയും കാണിക്കുവാൻ അർഹനല്ല. മനസ്സിലാക്കണം, ദീനൊന്നുമില്ല. അത് കുറെ സുന്നി, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ്, വഴക്ക്, വക്കാണം, അങ്ങോട്ടൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ഇങ്ങനെ നല്ല സ്റ്റാറ്റസിൽ പോവാം. അങ്ങനെ ഒന്നില്ല കേട്ടോ ലോകത്ത്. നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ഒരു നല്ല സ്റ്റാറ്റസ് ഇല്ല. നമ്മൾ ദീൻ എന്ത് എന്ന് നോക്കണം. എല്ലാ കലഹങ്ങൾക്കിടയിലും, എല്ലാ ബഹളങ്ങൾക്കിടയിലും, എല്ലാവിധ കക്ഷിത്വങ്ങൾക്കിടയിലും, എല്ലാവിധ പ്രശ്നങ്ങൾക്കിടയിലും നമ്മുടെ ദീൻ ഏത് എന്ന് കൃത്യമായി നോക്കി പഠിച്ചു മനസ്സിലാക്കേണ്ട ബാധ്യത അള്ളാഹു നമ്മെ ഏൽപ്പിച്ചതാണ്. അല്ലാതെ ഒരു ദുനിയാവിന്റെ ആളായി, ഒരു ദുനിയാവിന്റെ വാഗ്ദാവായി ഇങ്ങനെ ജീവിച്ചു തീരാനല്ല. ദുനിയാവൊന്നും നമുക്ക് കിട്ടുന്നില്ല. ദുനിയാവിൽ അത്തരത്തിലുള്ള ഒരു സ്റ്റാറ്റസും നമുക്കില്ല, ഒരു നേട്ടവും നമുക്കില്ല. നമ്മൾ ആരും വലിയ ആളുകളുമല്ല. ആ വിനയത്തിലേക്കാണ് മനുഷ്യൻ ആദ്യം വരേണ്ടത്. ഏത് കോലം കിട്ടിയാലും, ഏതു തരത്തിലുള്ള വസ്ത്രം ധരിച്ചാലും, ഏതു തരത്തിൽ നമ്മൾ പ്രൗഢി കാണിച്ചാലും നമ്മളൊന്നുമല്ല. പണ്ടൊരു ഗവർണർ ഉണ്ടായിരുന്നു, മുഹല്ലബ് എന്ന് പേരുള്ള മുഹല്ലബ് ബിനു അബീ സുഫ്ര എന്ന് പേരുള്ള ഒരു ഗവർണർ. അദ്ദേഹം ഗവർണറായി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ പ്രൗഢി കാണിക്കാൻ വലിയ കുപ്പായമൊക്കെ ഇട്ട് അദ്ദേഹം വന്നു. അദ്ദേഹത്തെ കണ്ടു മുത്തരിഫ് ഇബ്നു അബ്ദുല്ല എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബ്ദല്ലാ, എന്താണ് ഈ കാണിക്കുന്നത്? അള്ളാഹുവിന്റെ ദാസ, എന്ത് കോലമാണ് ഈ കിട്ടുന്നത്? അങ്ങനെയുണ്ട് ചില മനുഷ്യന്മാർ, അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അവർ പ്രൗഢി കാണിക്കുന്നത് കുപ്പായത്തിലായിരിക്കും. നമുക്കറിയാം, 10 ലക്ഷത്തിന്റെ കോട്ടിട്ട് വന്ന ഒരു ഭരണാധികാരിയെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. 10-15 ലക്ഷത്തിന്റെ ഒരു കോട്ട്. അപ്പോ ഈ രൂപത്തിൽ വലിയ പ്രൗഢിയോടെ അദ്ദേഹം വന്നപ്പോ ഇദ്ദേഹം ചോദിച്ചു, എന്താണ് ഈ കാണിക്കുന്നത്? ആ സന്ദർഭത്തിൽ ആ ഗവർണർ ഈ ചോദിച്ച ആളോട് തിരിച്ചോദിക്കുകയാണ്, തഅരിഫുനി, എന്നെ നിനക്കറിഞ്ഞുകൂടെ? ഞാൻ ഗവർണറാണ് എന്ന് നിനക്കറിഞ്ഞുകൂടെ? ഞാൻ ഈ നാടിന്റെ ഭരണാധികാരിയാണ്, എന്നിലൂടെയാണ് പലതും ഇവിടെ നടപ്പാകുന്നത് എന്ന് അറിഞ്ഞുകൂടെ എന്ന അർത്ഥത്തിൽ അയാൾ ചോദിക്കുന്നത്, തഅരിഫുനി, എന്നെ നിനക്കറിഞ്ഞുകൂടെ? ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, നഅം, തീർച്ചയായും എനിക്ക് നിങ്ങളെ അറിയാം. ആരാ നിങ്ങൾ? അവ്വലുക നുത്ഫത്തുൻ മദിറ വആഖിറുക ജീഫത്തുൻ ഖദിറ വഅന്ത ഫീമാ ബൈന ദാലിക തഹ്മിലുൽ അദിറ. ആദ്യം നിങ്ങൾ ആ ശ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തിൽ ഒരു ബീജാണുവായിരുന്നു. അറക്കപ്പെടുന്ന ഒരു അവസ്ഥയിലായിരുന്നു നീ ജീവിച്ചത്. ഇന്നലെയിൽ നിന്റെ അവസ്ഥ ഒരു മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കണം നിന്നെ കാണണമെങ്കിൽ ഒരു വാൽമാക്രിയുടെ ആകൃതിയിൽ ഇങ്ങനെ നുളച്ചു പോകാൻ മാത്രം കഴിയുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇന്നലെ നീ. ഇന്നോ അല്ലെങ്കിൽ ഇനി അത് കഴിഞ്ഞോ, ഇനി നാളെയോ, നാളെ നീ 6 അടി മണ്ണിന് കീഴിൽ ചീഞ്ഞു നാറിക്കിടക്കാനുള്ളവനാണ്. വയറ് പൊട്ടി ചീഞ്ചലം പുറത്തേക്ക് ചാടി കണ്ണിൽ മണ്ണ് നിറഞ്ഞ് ഖബറിൽ കിടക്കാനുള്ള, ആ ഖബറിൽ ചീഞ്ഞു നാറാനുള്ള ഒരു മയ്യത്താണു നീ. ആ ഇന്ദ്രിയാവസ്ഥയിൽ നിന്നും അതേ ഈ ലോകത്ത് കടന്നു വന്ന് ആ ഖബറിലേക്ക് പോകാനുള്ളതിനിടയിൽ നിന്റെ അവസ്ഥ മലം ചുമക്കുന്ന, വിസർജ്യം ചുമന്നു നടക്കുന്നൊരു പെട്ടിയാണു നീ. അതിനപ്പുറം നീ ഒന്നുമല്ല. അപ്പൊ ഈ രൂപത്തിൽ മറുപടി കേട്ടപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം തളർന്നുപോയി. ആ സന്ദേശം പിന്നീട് അതേ മഹ്മൂദുൽ വറാഖ് അദ്ദേഹം അറബിയിൽ ഒരു കവിതയാക്കി ആ സന്ദേശത്തെ മാറ്റി. അജിബ്തു മിൻ മുഅജ്ജബിൻ ബിസൂറതിഹി വകാന ഫിൽ അസ്ലി നുത്ഫതൻ മദിറ വഹുവ അദൻ ബഅദ ഹുസ്നി സൂറതിഹി യസീറു ഫിൽ ലഹ്ദി ജീഫതൻ ഖദിറ വഹുവ അലാ തീഹിഹി വനഖ്വതിഹി മാ ബൈന തൗബൈഹി യഹ്മിലുൽ അദിറ. മനുഷ്യരെ, സ്വന്തം മസൽ കാട്ടിയിട്ട് പ്രൗഢി കാണിക്കുന്ന മനുഷ്യരെ, സ്വന്തം സൗന്ദര്യം കൂട്ടി പ്രൗഢി കാണിക്കുന്ന മനുഷ്യരെ, വലിയ ഉടയാടകളിട്ട് വലിയ സൗധങ്ങൾ നിർമ്മിച്ച് ജാട കാണിക്കുന്ന മനുഷ്യരെ, ആദ്യം നീ നുത്ഫത്തായിരുന്നില്ലയോ? ശ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയമായിരുന്നില്ലയോ?
മാത്രമല്ല അതേ ഈ സുന്ദരമായ രൂപത്തിന് ശേഷം നീ പോയി കിടക്കാനുള്ളത് ആ മണ്ണിനടിയിലല്ലയോ, ഖബറിലല്ലയോ, ഖബറിൽ ചീഞ്ഞു നാറിക്കിടക്കാനുള്ളവനല്ലയോ, അത് രണ്ടിന്റെയും ഇടയിലോ വിസർജ്യം ചുമന്നു നടക്കാനല്ലയോ നിനക്ക് പറ്റുക? മഹ്മൂദ് അൽ വറാഖ് അത് അറബിയിലാക്കി. ആ അറബിയിലെ കവിതയാണ് നമ്മുടെ സഫലമാലയിൽ അണ്ടത്തോടുള്ള, മലപ്പുറം ജില്ലയിലെ അണ്ടത്തോടുള്ള അതേ ശുജായി മുസ്ലിയാർ അത് മലയാളത്തിലാക്കിയിട്ടാ പാടിയത്. പൊട്ടാനി മുൻ തുള്ളി പിഞ്ചോരെ കട്ട, പിന്നിന്ന് കാട്ടം ചുമന്നോരു കൊട്ട, പെട്ടാലു ചത്തേ ചകമ്മല്ലെ പൊട്ട, പറ നിന്നുടൽക്ക് ബഹുമാനം പൊട്ട. ഇന്നലെ നീ ഒരു പിഞ്ചോരക്കട്ടയായി കഴിഞ്ഞ അവസ്ഥയായിരുന്നെങ്കിൽ ഇന്ന് കാട്ടം ചുമക്കുന്നൊരു കൊട്ട മാത്രമാണ്. കുറച്ചു കഴിഞ്ഞാലോ പെട്ടാലോ ചത്തേ ചകമ്മല്ലെ പൊട്ട, കുറച്ചു കഴിഞ്ഞാൽ അതേ ഒരു ശവമായി മാറാനുള്ളവനാണു നീ, അതേ മണ്ണിൽ ഇറക്കി വെക്കാനുള്ളവനാണു നീ. പറ നിന്നുടൽക്ക് ബഹുമാനം പൊട്ട. നിന്റെ ശരീരത്തിന് എന്ത് ബഹുമാനമാണ് പറയാനുള്ളത്, എന്ത് ആദരവാണ് പറയാനുള്ളത്? പക്ഷെ പലപ്പോഴും മനുഷ്യരത് കാണൂല, കണ്ണടച്ചവർ നടക്കുകയാണ്, ഇതൊന്നും ശ്രദ്ധിക്കാതെ നടക്കുകയാണ്. പകൽ കണ്ണടച്ചാൽ ഇരുളാമ പൊട്ട, പന്തം പൊടിച്ചാൽ ഫജ്റാമ പൊട്ട. ഉച്ചനേരത്ത് കണ്ണടച്ച് നിന്നിട്ട് പറയാണ് ഇപ്പോ രാത്രിയാണ്, അതല്ലെങ്കിൽ പാതിരാത്രിയിൽ പന്തം പിടിച്ചിട്ട് പറയാണ് പകലാണ്. ഈ ഒരു ഹാലിലല്ലയോ, ഈ ഒരു അവസ്ഥയിലല്ലയോ ഇന്ന് നീ ജീവിക്കുന്നത്? പലപ്പോഴും നേരിന്റെ വഴി അന്വേഷിക്കാൻ നേരമില്ലാതെ പോകുന്നു. മറ്റു കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നവന് സത്യമാർഗം അന്വേഷിക്കാൻ കഴിയുന്നില്ല. എല്ലാ വലാലത്തിലേക്കും അവർ പോയി വീഴുകയാണ്. അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നേരിന്റെ വഴി അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ നടന്ന വഴിയാണ്, സ്വാലിഹീങ്ങൾ നടന്ന വഴിയാണ്, ശുഹദാക്കൾ നടന്ന വഴിയാണ്. അത് കേവലം കെട്ടുകാഴ്ചകളല്ല. നമ്മൾ കാണുന്ന കെട്ടുകാഴ്ചകൾ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ അഹ്ലുസുന്നത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില വികാരങ്ങളുണ്ടല്ലോ, അതല്ല യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാ. നമ്മുടെ കണ്ണിൽ കണ്ട അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് കഴിഞ്ഞ ദിവസം തിരൂര്. ആ തിരൂര് നടന്ന ചന്ദനക്കൂടത്തിൽ ആന ചവിട്ടിക്കൊന്ന് നമ്മൾ കാണുകയാണ്. ആന വരുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ, ജാറ പൂജ നടത്തുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതുപോലെ തന്നെ കണ്ണൂക്ക് നടത്തുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ, ആ ജാറത്തെ അല്ലെങ്കിൽ ഖബറിനെ പട്ടിട്ട് മൂടുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ, റാത്തീബും മൗലൂദും ഖുതുബിയ്യത്തുമായി ഊരു ചുറ്റുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ, അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ, സിഎം മടവൂരാണ് ഖുതുബുൽ ആലം ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ. മാത്രമല്ല നിരവധി അനവധി അന്ധവിശ്വാസങ്ങളും തോന്നിവാസങ്ങളുമായി ദീനിനെ മാറ്റിമറിച്ച വ്യാജ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമ്മൾ കണ്ട അഹ്ലുസുന്നത്തി വൽ ജമാഅ. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അങ്ങനെയല്ല. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ജാറ വ്യവസായമില്ല. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ആന ചവിട്ടിക്കൊല്ലുന്ന ഖബർസ്ഥാനുകളില്ല. യഥാർത്ഥമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പറയുന്ന അല്ലാത്തവരോടുള്ള പ്രാർത്ഥനകളോ നേർച്ചകളോ നിവേദ്യങ്ങളോ ഇല്ല. നേരെ മറിച്ച് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് അമ്പിയാക്കളിലൂടെ ലോകം കണ്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്. പ്രവാചകന്മാരിലൂടെ ലോകം കണ്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകത, അമ്പിയാക്കളായ ആളുകൾ നടപ്പിൽ വരുത്തിയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകത, ആ പ്രത്യേകതയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലയോ, അമ്പിയാക്കൾ നടന്ന ഒരു വഴിയുണ്ട്, മാർഗമുണ്ട്. ആ വഴിയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദഊനനാ റഗബൻ വറഹബാ. അമ്പിയാക്കളെ കുറിച്ച് അല്ലാഹു പറയാണ്, അവർ യുസാരിഊന ഫിൽ ഖൈറാത്തി, നന്മകളിൽ മുൻകടന്നവരാണ്. ഏത് നന്മയുണ്ടെങ്കിലും അതിൽ മുൻകടന്നുപോയ ആളുകളാണ്. മാത്രമല്ല വയദഊനനാ, നമ്മോട് മാത്രം ദുആ ചെയ്യുന്നവരാണ്. അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളോട് മാത്രം ദുആ ചെയ്തുകൊണ്ട്, റബ്ബിനോട് മാത്രം ദുആ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അമ്പിയാക്കൾ, പ്രവാചകന്മാർ. അവർ കടന്നു വന്നുകൊണ്ട് ജനസമൂഹത്തെ ക്ഷണിക്കുന്നത്, ആ സമൂഹത്തെ വിളിക്കുന്നത് അല്ലാഹുവിലേക്കാണ്, റബ്ബിലേക്കാണ്, റബ്ബുൽ ആലമീനിലേക്കാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിലേക്കാണ്. അതല്ലാതെ ഒരു പടപ്പിലേക്കും വിളിക്കാൻ ഒരു നബിയും വരുന്നില്ല. കാരണം നമ്മുടെ ഖൽബിന് കിട്ടേണ്ട ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ ഏതെങ്കിലും ഒരു സൃഷ്ടിയോടാണെങ്കിൽ, ഏതെങ്കിലും ഒരു പടപ്പിനോടാണെങ്കിൽ തീർച്ചയായും ആ ഖൽബ് പ്രകാശിക്കുകയില്ല, ഹൃദയം പ്രകാശിക്കുകയില്ല. ഹൃദയത്തെ പ്രകാശിപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ കഴിയില്ല. ആ കണക്ഷൻ റബ്ബുമായുള്ള കണക്ഷൻ ആയിരിക്കണം, അള്ളാഹുമായുള്ള കണക്ഷൻ ആയിരിക്കണം. അതുകൊണ്ടാണ് പ്രവാചകന്മാർ ലോകത്ത് കടന്നു വരുന്നു.
എന്നിട്ട് ആ നബിമാർ നിർവഹിക്കുന്ന ദൗത്യം ഖുർആൻ പറഞ്ഞു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അമ്പിയാക്കൾ വന്നുകൊണ്ട് ആയത്ത് ഓതി കൊടുക്കുന്നു, ഹദീസ് ഓതി കൊടുക്കുന്നു. ആ ആയത്തും ഹദീസും ഓതിക്കൊടുത്ത് വഅദ് പറഞ്ഞു പോരുകയല്ല, വയുസക്കീഹിം അവരെ സംസ്കരിക്കുന്നു. എവിടെയാണ് ഒരാളെ സംസ്കരിക്കാൻ കഴിയുക, ഒരു മനുഷ്യനെ നന്നാക്കാൻ കഴിയുക? ആദ്യമായി ഒരു മനുഷ്യനെ നന്നാക്കണമെങ്കിൽ അവന്റെ ഹൃദയത്തെയാണ് സംസ്കരിക്കേണ്ടത്. ആ ഹൃദയത്തെയാണ് നന്നാക്കേണ്ടത്, ഹൃദയത്തിനാണ് തസ്കിയത്ത് കൊടുക്കേണ്ടത്. കാരണം ഹുവ മലിക്കുൽ അഅ്ളാ, അത് ശരീരത്തിന്റെ മലിക്കാണ്, രാജാവാണ് ഖൽബ്. നമ്മുടെ ശരീരമുണ്ട്, ആ ശരീരത്തിന്റെ മലിക്കാണ് ഖൽബ്. ആ ഖൽബിലാണ് പിശാച് ഇടപെടുന്നത്, ആ ഹൃദയത്തിലാണ് പിശാച് ഇടപെടുന്നത്. കാരണം ആ ഹൃദയത്തിൽ പിശാച് ഇടപെട്ടു കഴിഞ്ഞാൽ ശരീരം മുഴുവൻ കേടാക്കാൻ പിശാചിന് കഴിയും. ആ ഹൃദയത്തിൽ ഇടപെടുന്ന പിശാചിന് ശരീരം മുഴുവൻ കേടാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഹൃദയത്തിൽ, ആ മനുഷ്യന്റെ സ്വദറിൽ, മനുഷ്യന്റെ നെഞ്ചിൽ പിശാച് ഇടപെടും എന്നുള്ളത് വളരെ കൃത്യമായി ദീൻ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് കരുതണമെന്ന് ഖുർആൻ പറയാണ്, യാ ബനി ആദം, യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്വാനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്നാഹ്. അതേ പിശാച് നിങ്ങളുടെ ഉപ്പയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ, നിങ്ങളുടെ ഉമ്മയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നിങ്ങളെ കുഴപ്പത്തിലാക്കി പിശാച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാതിരിക്കട്ടെ, നിങ്ങൾ കരുതണമെന്ന് വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കാവലുണ്ടാകണം, കരുതലുണ്ടാകണം. ഏത് വിഷയത്തിൽ? പൈശാചികമായ ഇടപെടലിന്റെ കാര്യത്തിൽ. എവിടെ? ഖൽബിൽ, ഹൃദയത്തിൽ. ആ ഹൃദയത്തിൽ പിശാച് ഇടപെടുന്നു, ഖൽബിൽ പിശാച് ഇടപെടുന്നു. ഇടപെട്ടുകൊണ്ട് മനുഷ്യനെ ദുഷിപ്പിക്കുന്നു, അവന്റെ അവയവങ്ങൾ ദുഷിപ്പിക്കുന്നു. കാര്യം ഖൽബ് കേടായാൽ ശരീരം കേടായി, ഖൽബ് കേടായാൽ ശരീരം കേടായി. മനസ്സിലാക്കണം. പല ആളുകളും ഇപ്പൊ തർക്കിക്കുകയാണ്, ബഹളം വെക്കുകയാണ്, കേരള ജംഇയ്യത്തുൽ ഉലമയെ തെറി പറയാൻ നടക്കുകയാണ്. പിശാച് ശരീരത്തിൽ ഇടപെടുമെന്നാ പറയുന്നത്. ശരീരത്തിൽ ഇടപെടാൻ പിശാചിന് കഴിയില്ല, പക്ഷേ ഖൽബിൽ പിശാച് ഇടപെടും. അപ്പൊ ഖൽബ് എവിടെയാ? ശരീരത്തിന് പുറത്താണോ അകത്താണോ? ഹൃദയം അകത്താണോ പുറത്താണോ? ഒരു മനുഷ്യന്റെ ഖൽബിൽ പിശാച് ഇടപെടുമെങ്കിൽ അതുതന്നെയാണ് അവന്റെ ശരീരത്തെ തകർക്കുന്നത്. കാരണം ഹിയ മലിക്കുൽ അഅ്ളാ, ഖൽബ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മലിക്കാണ്, ഏറ്റവും വലിയ അധിപനാണ് ഖൽബ്. ഫൈദസ്തഖാമൽ മലികു ഇസ്തഖാമത് ജുനൂദുഹു. അതെ, ആ മലിക്ക് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അവയവങ്ങൾ മുഴുവൻ നന്നായി, അനുയായികൾ മുഴുവൻ നന്നായി. അതുകൊണ്ട് തന്നെ ഖൽബ് എന്നുള്ളത് വെടിപ്പാകേണ്ടതുണ്ട്, ഹൃദയം വെടിപ്പാകേണ്ടതുണ്ട്. ഖൽബുകളിൽ നിന്ന് അല്ലാത്തവരെ മുഴുവനും കുടിയിറക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിൽ അല്ലാഹു മാത്രമാണ് ഇലാഹായിട്ടുള്ളത് എന്ന് പ്രഖ്യാപനമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അലാ അറിയണേ, വ ഇന്ന ഫിൽ ജസദി മുദ്അ, തീർച്ചയായും മനുഷ്യ ശരീരത്തിൽ മാംസകഷ്ടമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി പോയി. വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് ദുഷിച്ചു പോയാൽ ശരീരം മുഴുവൻ ദുഷിച്ചു പോയി. അലാ വഹിയൽ ഖൽബ്, അറിയണേ, അത് ഖൽബാണ്, അത് ഹൃദയമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയാണത് ഹൃദയമാണ്, അത് ഖൽബാണ്. അപ്പൊ ഖൽബിന്റെ വിശുദ്ധി ആവശ്യമുണ്ട്. ഞാൻ അഹ്ലുസുന്നത്താകണമെങ്കിൽ, ഞാൻ അഹ്ലുസുന്നയുടെ വാഗ്ദാവാകണമെങ്കിൽ ഏതെങ്കിലും 3 നിറമുള്ള കൊടി പിടിച്ച് നടക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന പദവിയല്ലത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുമ്പോ ഏതെങ്കിലും ഒരു ദുനിയാ സംഘടനയിൽ ഞാൻ ഇങ്ങനെ എന്റെ പേരെഴുതി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന സ്ഥാനമല്ലത്. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, പരിശുദ്ധരായ മനുഷ്യർ നടന്ന വഴിയാണ്, നബിമാരുടെ വഴിയാണ്, സിദ്ദീഖുകളുടെ വഴിയാണ്, സ്വാലിഹീങ്ങളുടെ വഴിയാണ്. ആ സ്വാലിഹീങ്ങൾ തസ്കിയത്ത് നേടിയവരാണ്, സംസ്കരണം നേടിയവരാണ്. ഏത് സംസ്കരണമാണ്? ഖൽബിന്റെ സംസ്കരണമാണ്. കാരണം അവർക്കറിയാം, വന്നാസു യൻദുറൂന ഇലാ ലാഹിരിക വല്ലാഹു യൻദുറു ഇലാ ഖൽബിക വബാതിനിക. ജനം മുഴുവൻ നോക്കുന്നത് എന്റെ ബാഹ്യമായ പ്രൗഢിയിലേക്കാണ്, ഞാൻ വന്ന വാഹനത്തിലേക്കാണ്, ഞാൻ ഉടുത്ത വസ്ത്രത്തിലേക്കാണ്, എന്റെ ആരോഗ്യത്തിലേക്കാണ്, എന്റെ സൗന്ദര്യത്തിലേക്കാണ്, എന്റെ ബാങ്ക് ബാലൻസിലേക്കാണ്, എന്റെ ദുനിയാവിലെ പവറിലേക്കാണ് ജനങ്ങൾ നോക്കുന്നത്. വന്നാസു യൻദുറൂന ഇലാ ലാഹിരിക്, ജനങ്ങൾ നോക്കുന്നത് നിന്റെ ബാഹ്യരൂപങ്ങളിലേക്കും നിന്റെ നാട്യ നടനങ്ങളിലേക്കുമാണ്. മനുഷ്യർ നോക്കുന്നതെങ്കിൽ വല്ലാഹു യൻദുറു ഇലാ ഖൽബിക വബാതിനിക്, അല്ലാഹു നോക്കുന്നത് നിന്റെ ജാടകളിലേക്കോ, നിന്റെ പളപളപ്പിലേക്കോ, നിന്റെ വീട്ടിലേക്കോ, നിന്റെ ഏക്കർ കണക്കുള്ള എസ്റ്റേറ്റുകളിലേക്കോ, നിന്റെ ബാങ്ക് ബാലൻസിലേക്കോ അല്ല. നേരെ മറിച്ച് റബ്ബിന്റെ നോട്ടം നിന്റെ ഖൽബിലേക്കാണ്.
നിന്റെ ഉള്ളിലേക്കാണ്. അതാ റസൂലുള്ള പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും. അല്ലാഹു നിങ്ങളുടെ ബാഹ്യരൂപങ്ങളിലേക്കല്ല നോക്കുന്നത്, നിങ്ങളുടെ സമ്പത്തിലേക്കല്ല നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. റബ്ബിന്റെ നോട്ടം നിങ്ങളുടെ ഖൽബിലേക്കാണ്, ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയത്തിന്റെ ഉള്ളിലേക്കാ റബ്ബ് നോക്കുന്നത്, ഖൽബിലേക്കാ റബ്ബ് നോക്കുന്നത്. ആ ഖൽബ് നല്ലതാണെങ്കിൽ നിന്റെ സ്വഭാവം നല്ലതാകും. ചില വൃത്തികെട്ട മനുഷ്യരുണ്ട്, മോശമായ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരുണ്ട്. അവർ സാധാരണ പറയുന്നു, ഞാൻ പുറമെ ഇങ്ങനെയാണെങ്കിലും എൻ്റെ ഉള്ളു നല്ലതാണ്. അങ്ങനൊന്നും ഉണ്ടാവില്ല. ഉള്ളു നല്ലതാണെങ്കിൽ അതിന്റെ പ്രതിഫലനങ്ങൾ പുറത്തു വേണം, പുറത്തുണ്ടാകും, ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളുകൊണ്ട് നല്ലവനാണെന്ന് പറഞ്ഞ് പുറത്തു തോന്നിയാസം കാണിക്കുന്ന മനുഷ്യരുണ്ട്. ഒരിക്കലും ഉള്ളു നന്നായാൽ, കാമ്പ് നന്നായാൽ കേട് പുറത്ത് കാണൂല, പുറത്ത് കേടുണ്ടാവൂല. അതുകൊണ്ട് തന്നെ ആ സലാമത്തുള്ള ഖൽബുണ്ടാകണം. ആ ശരീരം ഒരുപക്ഷെ ദുർബലമായിരിക്കാം, നടക്കാൻ വയ്യാത്തവനുണ്ടാകാം, ഇരിക്കാൻ വയ്യാത്തവനുണ്ടാകാം, ക്യാൻസർ ഉള്ളവനുണ്ടാകാം, ട്യൂമർ ഉള്ളവനുണ്ടാകാം, മറ്റു രോഗങ്ങൾ ഉള്ളവനുണ്ടാകാം. പക്ഷേ എന്ത് രോഗമുണ്ടായാലും ഖൽബിൽ രോഗം വന്നുപോയോ, ഖൽബിൽ രോഗം വന്നുപോയോ പിന്നെ രക്ഷയില്ല. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലയോ, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അല്ല പറഞ്ഞില്ലേ ഒരു സംഘം ആളുകളെ കുറിച്ച്, റാന അലാ ഖുലൂബിഹിം, അവരുടെ ഖൽബുകൾക്ക് റാൻ ബാധിച്ചുപോയി, അവരുടെ ഹൃദയങ്ങൾക്ക് റാൻ ബാധിച്ചുപോയി. കല്ലാ ബൽ റാൻ, അവർക്ക് അവരുടെ ഖൽബുകൾക്ക് റാൻ ബാധിച്ചുപോയി. എന്താണ് റാൻ? ഹൃദയത്തെ ബാധിക്കുന്ന റാൻ എന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, മൗത്തുൽ ഖൽബ്, ഹൃദയം ചത്തുപോകലാണ്. അയാൾ ചിരിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്, ഇടപാടുകൾ നടത്തുന്നുണ്ട്, പക്ഷേ അയാളുടെ ഖൽബ് ചത്തുപോയിരിക്കുന്നു. അദ്ദേഹം അതേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന് പറയാറില്ലേ? അതുപോലെ തന്നെ മൗത്തുൽ ഖൽബ്, അയാളുടെ ഹൃദയത്തിന് ഇതാ മരണം സംഭവിച്ചു പോയിരിക്കുന്നു. അത്തരം മരണം സംഭവിച്ചു പോകാൻ പാടില്ല. ജീവനുള്ള മനസ്സിന്റെ ഖൽബിന്റെ ഉടമകളാകണം. അതുകൊണ്ട് തന്നെ ഔലാ മിൻ സലാമത്തിൽ ജിസ്മി ഫഇന്നൽ അയ്യാമ തഫ്നാ വൽ അബ്ദാന തബ്ലാ. ഖൽബിന്റെ സലാമത്ത്, ഖൽബിന്റെ രക്ഷ എന്നുള്ളത് ശരീരത്തിന്റെ രക്ഷയെക്കാളും നമ്മൾ കാത്തു നോക്കേണ്ടതാണ്, സംരക്ഷിക്കേണ്ടതാണ്. രാവിലെ ജിമ്മിൽ പോകുന്നു, 10 കിലോമീറ്റർ നടക്കാൻ പോകുന്നു, അതേ നല്ല പ്രോട്ടീനുള്ള ഭക്ഷണം മാത്രം തെരഞ്ഞു ഭക്ഷിക്കുന്നു. ഇതൊക്കെ നിന്റെ ജസദിന് വേണ്ടിയാണെങ്കിൽ, ശരീരത്തിന് വേണ്ടിയാണെങ്കിൽ, അതിനേക്കാളും നീ സംരക്ഷിക്കേണ്ടത് നിന്റെ ഖൽബാണ്. കാരണം നിന്റെ ശരീരം അതേ നശിച്ചു പോകാനുള്ളതാണ്. അതേ ഫൈനൽ അയ്യാമ തഫ്നാ വൽ അബ്ദാന തബ്ലാ, ഓരോ ദിവസവും തീർന്നു പോകാനുള്ളതാണ്, ആയുസ് അവസാനിച്ചു പോകാനുള്ളതാണ്. അതോടൊപ്പം തന്നെ ശരീരം തുലഞ്ഞു പോകാനുള്ളതാണ്. വലാ തബ്ഖാ ഇല്ലൽ ഖുലൂബുൻ നഖിയ്യ വന്നുഫൂസുസ് സകിയ്യ. കാലാകാലവും നമ്മുടെ കൂടെ വരാനുള്ളത് നമ്മുടെ ഖൽബാണ്, നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിന് സലാമത്ത് വേണം, ആ ഹൃദയത്തിന് രക്ഷ വേണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആഖിറത്തിനെ പറ്റി പറഞ്ഞപ്പോ, പരലോകത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഖുർആൻ കൃത്യമായി പറഞ്ഞില്ലേ, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആ ആഖിറം എന്ന് പറഞ്ഞാൽ, പാരത്രിക ലോകം എന്ന് പറഞ്ഞാൽ, അവിടെ സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, മക്കളെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, ദുനിയാവിന്റെ വ്യാമോഹങ്ങളൊന്നും അവിടെ നടക്കില്ല. പല ആളുകളും അവിടെ കൊതിക്കും. ഖുർആൻ പറഞ്ഞില്ലയോ, സൂറത്തുൽ മആരിജിൽ അല്ലാഹു വിശദീകരിച്ചില്ലയോ, യൗമ തകൂനുസ് സമാഉ കൽ മുഹൽ വതകൂനുൽ ജിബാലു കൽ ഉഹിൻ വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിന്റെ പ്രത്യേകത, ആകാശം ലോഹം പോലെ ഉരുകി വീഴുന്നൊരു ദിവസം വരാനുണ്ട്. ചില ആളുകൾ ഖുർആൻ കേട്ടപ്പോ ചോദിക്കുകയാണ്, കമന്റ് എഴുതുകയാണ്, അതിനെവിടെയോ ആകാശം, ആകാശം എന്ന ഒന്ന് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത്ഭുതപ്പെടുകയാണ്, ആകാശമുണ്ടോ? ആധുനിക ലോകത്ത് നിന്നിട്ട് അവർ ചോദിക്കുകയാണ്, അത് ആകാശമില്ലല്ലോ, അത് വെറുതെ പറയുന്നതല്ലേ എന്ന് ചോദിക്കുന്ന മോഡേണിസ്റ്റുകൾ ലോകത്തുണ്ട്. ആ മനുഷ്യൻ വിവരക്കേട് കൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം ആകാശമില്ലെന്ന് പറയണമെങ്കിൽ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന് ഈ മഹാപ്രപഞ്ചത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് വേണ്ടേ, എന്തെങ്കിലും ഒരു ധാരണ വേണ്ടേ? ഭൗതിക ലോകത്ത് നാളിതുവരെ കണ്ടുപിടിക്കപ്പെട്ട സർവ്വ സയൻസും ഉപയോഗിച്ചാലും ഈ മഹാപ്രപഞ്ചത്തിൽ വിസിബിളായതിൽ നിന്ന് കേവലം 5% മാത്രമാണ്, 5% മാത്രമാണ് മനുഷ്യന് പ്രാപിക്കാൻ കഴിയുന്നത്, മനുഷ്യനെ നിരീക്ഷിക്കാൻ കഴിയുന്നത്. അതിനപ്പുറമുള്ള ഈ ലോകം, നമ്മൾ കാണുന്ന ഈ ലോകത്തിലെ 95% എന്താണെന്ന് പോലും പറയാൻ ആധുനിക ശാസ്ത്രത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല.
ഒരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല, ഒരു ബുദ്ധിജീവിക്കും കഴിഞ്ഞിട്ടില്ല. അതിനെപ്പോലും വേർതിരിച്ചുകൊണ്ട് ഡാർക്ക് എനർജിയെന്നും ഡാർക്ക് മാറ്റർ എന്നും അഥവാ നമുക്ക് മനസ്സിലാകാത്ത ഏതോ ഒരു മാറ്ററാണ്, ഏതോ ഒരു എനർജിയാണെന്ന് പറഞ്ഞുകൊണ്ട് 95% മാറ്റിവെക്കുന്ന മനുഷ്യൻ അവനാ പറയുന്നത് എവിടെയോ ആകാശമുണ്ടോ എന്നവൻ അത്ഭുതത്തോടെ ചോദിക്കുന്നുവെങ്കിൽ, ആകാശമില്ലെന്ന് പറയണമെങ്കിൽ കേവലം 5% മാത്രമേ വിസിബിളായ ലോകത്ത് നിന്നുകൊണ്ട് പഠിക്കാൻ മാത്രം അർഹതയുള്ള വളരെ പരിമിതമായ അറിവുള്ള നിനക്കെങ്ങനെയാണ് അതില്ല എന്ന് പറയാൻ കഴിയുന്നത്? എന്നാൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നാം ആകാശത്തെ കുറിച്ച് പോലും പറഞ്ഞത് വലഖദ് സയ്യന്ന സമാഅ ദുനിയ ബിമസാബിഹ വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ. ഒന്നാം ആകാശത്തെ അല്ലാഹു നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചു എന്നാണ്. ആ നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം മാത്രമാണ് സൂര്യൻ എന്നുള്ളത്. ആ സൂര്യനെ വലയം ചെയ്യുന്ന ഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ ചെറിയ ഭൂമി, അതുപോലെ തന്നെ ചന്ദ്രൻ, അതുപോലെ തന്നെ മറ്റു ഉപഗ്രഹങ്ങൾ, നമ്മുടെ ഈ ലോകം. എന്നാൽ ആ നമ്മുടെ അടുത്തുള്ള സൂര്യനെ ഒന്ന് പ്രാപിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഭൂമിയെ പോലെ, നമ്മൾ ജീവിക്കുന്ന ഭൂമിയെ പോലെ 14 ലക്ഷം ഭൂമി കൊണ്ടുപോയി അടുക്കി വെക്കാൻ മാത്രം വലിപ്പമുള്ള സൂര്യനാണ്. അഥവാ ഭൂമിയേക്കാൾ 14 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യനെ നാളിതുവരെ പ്രാപിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എങ്കിൽ അറിഞ്ഞുകൊള്ളൂ, ആ നിലവിൽ നീ കാണുന്ന സൂര്യന്റെ മുകളിൽ 14 ലക്ഷം ഭൂമി അടുക്കി വെക്കാൻ മാത്രം വലിപ്പമുണ്ടെങ്കിൽ ആ സൂര്യനേക്കാൾ വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട് വാനലോകത്ത്. 1 അല്ല 2 അല്ല 3 അല്ല, കോടാനകോടി നക്ഷത്രങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല വാരി വിതറിയിട്ടുണ്ടെങ്കിൽ ആ നക്ഷത്രങ്ങൾ പോലും ഒന്നാം ആകാശം എന്നല്ല ഖുർആൻ പറഞ്ഞത്. നേരെ മറിച്ച് വലഖദ് സയ്യന്ന സമാഅ ദുനിയ ബിമസാബിഹ, ഒന്നാം ആകാശത്തിന്റെ അലങ്കാരങ്ങൾ മാത്രമാണ് ആ നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങളെ കുറിച്ച് ഇന്ന് മനുഷ്യൻ പഠിക്കുകയാണ്. ഇരുന്നിട്ട് തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കുന്നു, ബ്ലാക്ക് ഹോൾസുകളെ കുറിച്ച് പഠിക്കുന്നു. എന്നിട്ട് ഈ കാലത്ത് ലോകം കണ്ട ശാസ്ത്രജ്ഞരിൽ ഏറ്റവും പ്രഗത്ഭനായ സ്റ്റീഫൻ ഹോക്കിംഗ് ലോകത്തോട് വിളിച്ചു പറയുന്നു, അധികം കാലമില്ല, കേവലം 500 കൊല്ലങ്ങൾ കഴിഞ്ഞാൽ ഈ ആകാശലോകത്തുള്ള നക്ഷത്രങ്ങൾ അതിന്റെ പ്രഭ മങ്ങി ആ നക്ഷത്രങ്ങൾ ബ്ലാക്ക് ഹോൾസുകളായി മാറി അതവിടുന്ന് പിടുത്തം വിട്ട് ഭൂമിയിലേക്ക് വരുന്ന നാള് അതിവിദൂരമല്ലെന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായി ചെറിയ ചെറിയ അധ്യായങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. ഇദൽ കവാകിബുൻ തസറത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന നാൾ വരാനുണ്ട്, ആകാശം തകരുന്ന ദിവസം വരാനുണ്ട്. വതകൂനുൽ ജിബാലു കൽഇഹിൻ, അതേ വലിയ വലിയ കൂറ്റൻ പർവ്വതങ്ങൾ കടഞ്ഞെടുത്ത പഞ്ഞി പോലെ പാറിപ്പോകുന്ന ദിവസമുണ്ട്. ഭൂമിയുടെ ഗ്രാവിറ്റി നഷ്ടപ്പെട്ട്, ഗുരുത്വാകർഷണം നഷ്ടപ്പെട്ട് കഴിയുമ്പോ ഭൂമിയിൽ ബലമില്ല. ആ ബലമില്ലാതാകുന്ന സമയത്ത്, കനമില്ലാതാകുന്ന സമയത്ത്, കലത്തിന് സ്ഥാനമില്ലാതാകുന്ന സമയത്ത് ബഹിരാകാശത്തേക്ക് പോകുന്ന മനുഷ്യർ അതേ വെയിറ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ പാറി നടക്കുന്നത് പോലെ, പിടുത്തം കിട്ടാത്തത് പോലെ കടഞ്ഞെടുത്ത രോമം പോലെ പർവ്വതങ്ങൾ പാറി നടക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അഥവാ ആകാശഭൂമികൾ തകർന്നു തരിപ്പണമാകുന്ന ഒരു ദിവസം വരാനുണ്ട്. യുർസലു അലൈക്കുമാ ശുവാദും മിൻ നാരിൻ വനുഹാസും ഫലാ തന്തസിറാൻ, വാനലോകത്തെ നക്ഷത്രക്കൂട്ടങ്ങൾ ഒന്നൊന്നായി ഉതിർന്നു വീഴുന്ന ദിവസം വന്ന് ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് മനുഷ്യൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളെത്തുമ്പോ വലാ യസ്അലു ഹമീമുൻ ഹമീമാ, കൂട്ടുകാരെന്ന് കൂട്ടുകാരനെ ചോദിക്കില്ല, ബന്ധുക്കളെന്ന് ബന്ധുക്കളെ ചോദിക്കില്ലെന്ന് മാത്രമല്ല, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസ്വാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീഹി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീഹി. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ആ ദിവസമെത്തിയാൽ റബ്ബിന്റെ മുന്നിൽ കുറ്റവാളികളായി എത്തുന്ന മനുഷ്യർ കൊതിക്കുന്നത്, അല്ലാഹുവേ എനിക്ക് പകരം എന്റെ മക്കളെ തരാമെന്നാണ്, അല്ലാഹുവേ എനിക്ക് പകരം എന്റെ ഭാര്യയെ തരാമെന്നാണ്, അല്ലാഹുവേ എനിക്ക് പകരം എന്റെ മാതാപിതാക്കളെ തരാമെന്നാണ്, അല്ലാഹുവേ എനിക്ക് പകരം എന്റെ കൂട്ടുകുടുംബാദികളെ തരാമെന്നാണ്. റബ്ബേ ഞാൻ കുറ്റവാളിയായി നിന്റെ മുന്നിലെത്തിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് പകരം ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും സ്വീകരിച്ച് അവരെ മുഴുവനും
നരകത്തിലേക്ക് നീ വലിച്ചെറിഞ്ഞ് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് കുറ്റവാളി കൊതിക്കുകയാണ്. പക്ഷേ അല്ലാഹു പറഞ്ഞു, കല്ലാ ഇന്നഹാ ലല്ലാ നസ്സാഅത്തൽ ലിശവാ തദ്ഉ മൻ അദ്ബറ വതവല്ലാ. കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെടുന്ന ദുനിയാവിലെ കോടതിയല്ല ഇത്. പകരക്കാരനെ കൊടുത്ത് ജയിൽ മുക്തനാകുന്ന ദുനിയാവിലെ കോടതിയല്ല ഇത്. നേരെ മറിച്ച് യൗമലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, സമ്പത്ത് ഉപകരിക്കാത്ത, സന്താനം ഉപകരിക്കാത്ത ദിവസമാണ്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, രക്ഷപ്പെട്ട കൽബുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നവനല്ലാതെ രക്ഷയില്ലാത്ത ദിവസമാണെന്ന്. അപ്പൊ സലീമായ കൽബ് വേണം. ആ സലീമായ കൽബ് രൂപപ്പെടുത്തുന്ന വഴിക്കാണ് അഹ്ലുസുന്ന എന്ന് പറയുന്നത്. അല്ലാതെ റാത്തീബ് ചൊല്ലി നടക്കുന്ന വഴിയല്ല, മൗലിദ് പാടി നടക്കുന്ന വഴിയല്ല, നബിദിന ഘോഷം നടത്തുന്ന വഴിയല്ല. കൽബിനെ സലാമത്താക്കുന്ന ഒരു വഴിയുണ്ട്. ഹുവല്ലദീ സലമ മിനശ്ശിർകി വൽ ഗില്ലി വൽ ഹിഖദി വൽ ഹസദി വശുഹി വൽ കിബ്രി വഹുബ്ബി ദുനിയാ വരിയാസ. മനുഷ്യ മനസ്സുകളെ ബാധിക്കുന്ന ശിർക്കുകളുണ്ട്. ആ മനുഷ്യന്റെ കൽബിനെ ബാധിക്കുന്ന ശിർക്കുണ്ട്. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമുണ്ട്. ആ കുഫ്റിന്റെ ചിന്തകളിൽ നിന്ന്, ശിർക്കിന്റെ ചിന്തകളിൽ നിന്ന് മുക്തമായ കൽബിന്റെ ഉടമകൾ ഉണ്ടാകണം. അവരാണ് നബിമാര്, അവരാണ് സിദ്ദീഖുകള്, അവരാണ് ശുഹദാക്കള്, അവരാണ് സ്വാലിഹീങ്ങള്. കാരണം അവന്റെ കൽബ് റബ്ബിനുള്ളതാണ്, അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ടല്ലേ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ലയോ, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫാ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു മുസ്ലിം നയം വ്യക്തമാക്കണം, നിലപാട് വ്യക്തമാക്കണം. ആ നിലപാടാണ് അവൻ പറയുന്നത്. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫാ, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിലേക്ക് ഞാനിതാ എന്നെ തിരിച്ചു വെച്ചിരിക്കുന്നു. എനിക്ക് വേറൊരു കേന്ദ്രമില്ല, ഞാൻ തിരിയുന്ന വേറൊരു ഇടമില്ല. ഞാൻ ഇതാ എന്റെ മുഖം തിരിക്കുന്നത് റബ്ബിലേക്കാണ്. ഫതറസ് സമാവാതി വൽ അർള, ആകാശ ഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിലേക്കാണ്. വമാ അന മിനൽ മുശ്രികീൻ, ആ റബ്ബിനെ ശിർക്ക് ചെയ്യുക എന്നുള്ളത് എന്നിൽ നിന്നുണ്ടാകൂല. ആ റബ്ബിന് പുറമെയുള്ള ഒരു ശക്തിയെ ഞാൻ അവലംബിക്കുന്ന പ്രശ്നമില്ല. ഒരു പക്ഷെ 1000 പ്രതിസന്ധികളിലൂടെ നടന്നു പോകേണ്ടി വരാം, 1000 കട്ടനട്ടങ്ങൾ ഉണ്ടായെന്ന് വരാം, പിശാച് സർവ്വ പ്രീണനങ്ങളും നടത്തിയെന്ന് വരാം, അതല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ശഹ്വത്തുകൾ എന്നെ വിളിച്ചു കൊണ്ടുപോയെന്ന് വരാം, എന്റെ ഹവകൾ പലതിലേക്കും വിളിച്ചെന്ന് വരാം, നാട്ടുകൂട്ടങ്ങളും നാട്ടാചാരങ്ങളും പലതിലേക്ക് എന്നെ വലിച്ചു കൊണ്ടുപോയെന്ന് വരാം. പക്ഷെ എങ്ങോട്ടും ഞാൻ വരാനൊരുക്കമല്ല. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫാ, ഋജുമാനസനായ രൂപത്തിൽ നിഷ്കളങ്കമായി എന്റെ റബ്ബിലേക്ക് മാത്രമേ ഞാൻ മുന്നിടുകയുള്ളൂ. വമാ അന മിനൽ മുശ്രികീൻ, ആ റബ്ബിൽ ഞാൻ ശിർക്ക് വെക്കുന്നവനല്ല. ആ റബ്ബല്ലാത്തവരോട് ഞാൻ ദുആ ചെയ്യില്ല, പ്രാർത്ഥിക്കില്ല. ആ റബ്ബല്ലാത്തവരോട് ഞാൻ തേടുന്ന പ്രശ്നമില്ല. കാരണം അള്ളാഹു എന്നോട് ആവശ്യപ്പെട്ടത്, ആ റബ്ബ് എന്നോട് ചോദിച്ചത്, ആ റബ്ബിനോട് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നത്, ആ റബ്ബിനോട് ആവശ്യപ്പെട്ട് ആ റബ്ബിനോട് മാത്രം തേടി നിലകൊള്ളാനാണ്. അതുകൊണ്ടാണ് എല്ലാ നിസ്കാരവേളകളിലും ഹംദ് പറഞ്ഞിട്ട്, അള്ളാഹുവിനെ പുകഴ്ത്തിയിട്ട്, റഹ്മാനായ റബ്ബിനെ പറഞ്ഞിട്ട്, ആലമുകൾ റബ്ബിനെ സൂചിപ്പിച്ചിട്ട്, ആ റഹ്മാനായ റഹീമായ റബ്ബുൽ ആലമീനായ നടപടി ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ ഹംദ് സമർപ്പിച്ചിട്ട്, രാജാധിരാജനായ റബ്ബിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കൈകെട്ടി നിന്ന് റബ്ബിനോട് പറയുന്നുവല്ലോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. അല്ലാഹ് അത് വെറുതെ പറയുന്ന വാക്കല്ല, അത് വെറുതെ സൂചിപ്പിച്ചു പോകുന്ന വാക്കല്ല. നേരെ മറിച്ച് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് ആ ആയത്തിന് തഫ്സീർ എഴുതുന്നുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന് തഫ്സീർ എഴുതുമ്പോൾ അവിടെ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വാചകമുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ വാചകം പറയുന്ന നേരം, അഥവാ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന നേരം, ആ പറയുന്ന വേളയിൽ അവന്റെ മനസ്സ് ഏത് രൂപത്തിലാണ് അവൻ ക്രമീകരിക്കേണ്ടത്, അവന്റെ ഖൽബിനെ ഏത് രൂപത്തിലാണ് അവൻ ക്രമീകരിക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്നിടത്ത് ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അന അഖ്തദി ബിഹാദാ അൽ ഖലീൽ അലൈഹിസ്സലാം,
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് റബ്ബിനോട് ഞാൻ ഈ പറയുന്ന നേരത്ത് എന്റെ മനസ്സിനെ ഞാൻ രൂപപ്പെടുത്തുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ലോകത്ത് കഴിഞ്ഞുപോയ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗമാണ്. ആ മാർഗം എന്താണ്? ലാ ഉരീദു ഫിൽ ഇആനതി ഗൈറക ലാ ജിബ്രീല വലാ മീകായിൽ ബൽ ഉരീദു വഹ്ദക. റാസി ഇമാം ഈ ആയത്തിന്റെ തഫ്സീറിൽ മൂന്നാമത്തെ അഭിപ്രായമായി രേഖപ്പെടുത്തുകയാണ് ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോ അല്ലാഹുവിനോട് അവൻ പറയുന്നു ലാ ഉരീദു ഫിൽ ഇആനതി ഗൈറക, അല്ലാഹുവേ സഹായം തേടുന്ന വിഷയത്തിൽ നിന്നെയല്ലാതെ വേറെ ഒരാളും എന്റെ മുറാദല്ല അല്ലാഹുവേ നിന്നിൽ മാത്രമാണ് എന്റെ മുറാദ്. അതാ ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ കണ്ട അഹ്ലുസുന്നത്ത് യഥാർത്ഥ അഹ്ലുസുന്നത്തല്ല എന്ന് പറയാൻ കാരണം അവര് പറഞ്ഞത് മുറാദിയ മുറാദിയ മുറാദി മുറാദി ശൈഖ് മുഹീദ്ദീൻ മുറാദി, അഥവാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ മുഹീദ്ദീൻ ശൈഖാണ് എന്റെ മുറാദ് എന്നാണ് അവര് പറയുന്നത്. ആ മുഹീദ്ദീൻ ശൈഖിനെ മുറാദാക്കിയിട്ടാണ്, ആ മുഹീദ്ദീൻ ശൈഖിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവിടുന്ന് കാലം കഴിഞ്ഞു പോയപ്പോ ഇപ്പോഴത്തെ മുറാദി എന്ന് പറയുന്ന ആരോടാണ്? CM മുറാദി ഇന്ന് പറയുന്നു CM ആണ് ഞങ്ങളുടെ മുറാദ് എന്ന്. എന്നാൽ തൗഹീദുള്ള അഹ്ലുസുന്നയുടെ കാമ്പായി നിലകൊള്ളുന്ന ഒരു മനുഷ്യൻ അവൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ മുറാദ് ലാ ഉരീദു ഫിൽ ഇആനതി ഗൈറക, അല്ലാഹുവേ നീ എല്ലാത്തൊരു ശക്തിയിലേക്കും സഹായം തേടുന്നവനല്ല ഞാൻ. അതാരാകട്ടെ, ഒരു തെറ്റും ചെയ്യാത്ത ജിബ്രീലാകട്ടെ ലാ ജിബ്രീല വലാ മീകായിൽ, ജിബ്രീലിനോട് ഞാൻ സഹായം തേടുന്നവനല്ല, മീകായിലിനോട് ഞാൻ സഹായം തേടുന്നവനല്ല. കാരണം നമുക്കറിയാം മുഹമ്മദ് നബിയുടെ ഗുരുനാഥനാണ് ജിബ്രീല്. ചെറിയ ആളല്ല, ഖുർആൻ തന്നെ പറഞ്ഞില്ലയോ, നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളല്ല ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ പഠിച്ച LP സ്കൂളിൽ പഠിച്ചയാളല്ല, UP യിൽ പഠിച്ചയാളല്ല, നിങ്ങളെപ്പോലെ സയൻസ് ബ്ലോക്കിൽ പോയി പഠിച്ചയാളല്ല, PhD എടുത്തയാളല്ല, യൂണിവേഴ്സിറ്റി കണ്ട ആളല്ല മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിന്റെ അർത്ഥം നബി പഠിച്ചിട്ടില്ല എന്നാണോ? അല്ല, നേരെ മറിച്ച് റസൂലുള്ളാഹിക്ക് സ്പെഷ്യൽ സ്കൂളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഏർപ്പെടുത്തിയ യൂണിവേഴ്സിറ്റിയാണ്. അതല്ലേ ഖുർആൻ പറഞ്ഞത്, അതല്ലേ ഖുർആൻ വിശദീകരിച്ചത്? വന്നജ്മി ഇദാ ഹവാ മാ വല്ല സാഹിബുക്കും വമാ ഗവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ. മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ അധ്യാപകൻ ജിബ്രീലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ദീൻ പഠിപ്പിക്കുന്നത് ജിബ്രീലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് സാഹിത്യം പഠിപ്പിക്കുന്നത് ജിബ്രീലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിന്റെ ലഫ്ളുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അതിന്റെ തജ്വീദ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അതിന്റെ അഹ്കാമുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അതിന്റെ ആദാബുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതേ ജിബ്രീൽ എന്ന് പറയുന്ന അധ്യാപകനാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ജിബ്രീൽ എത്രയോ ഉന്നതനാണ്, ജിബ്രീൽ എത്രയോ മഹോന്നതനാണ്. പക്ഷേ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നയാൾ പറയുന്നു ലാ ഉരീദു ഫിൽ ഇആനതി ഗൈറക ലാ ജിബ്രീല വലാ മീകായിൽ. ജിബ്രീലിനോട് തേടുന്നയാളല്ല ഞാൻ, മീകായിലിനോട് തേടുന്നയാളല്ല ഞാൻ, ആ ജിബ്രീലിനെ പ്രതീക്ഷിക്കുന്ന ആളല്ല ഞാൻ. ബൽ ഉരീദുക വഹദക്, അല്ലാഹുവേ നിന്നെ മാത്രം ആണ് എൻ്റെ മുറാദ്. ഓ റബ്ബുൽ ആലമീനെ മുറാദി, അല്ലാഹുവേ മുറാദി, യാ റഹ്മാൻ മുറാദി, യാ റഹീം മുറാദി, യാ ഹന്നാൻ മുറാദി, യാ സിത്തീർ മുറാദി. റഹ്മാനായ റബ്ബേ നീയാണ് എൻ്റെ മുറാദ്, നീയാണ് എൻ്റെ ലക്ഷ്യം. വഅഖ്തദി ഫീ ഹാദൽ മദ്ഹബി ബിൽ ഖലീൽ അലൈഹിസ്സലാം. ഈ രംഗത്ത് ഞാൻ സ്വീകരിക്കുന്ന ഒരു മദ്ഹബുണ്ട്. ആ മദ്ഹബ് ആരുടെ മദ്ഹബാണെന്നറിയുമോ? അൽ ഖലീൽ അലൈഹിസ്സലാം. ലോകത്തിന്റെ മുന്നിൽ കടന്നു വന്ന് തൗഹീദിന്റെ ധ്വജവാഹകനായി ഊർപട്ടണത്തിൽ നിന്ന് നടന്നുപോയിട്ട് ഫലസ്തീന്റെ മണ്ണിലൂടെ നടന്ന് ഈജിപ്തിലൂടെ നടന്നുപോയി പരിശുദ്ധമായ മക്കയിൽ വന്ന് പരിശുദ്ധമായ കഅബാലയം നിർമ്മിച്ച് മാനവരാശിയുടെ കുലത്തിന് പ്രത്യേകമായ ചരിത്ര മുഹൂർത്തം സ്ഥാപിച്ചു കൊടുത്ത ഹബീബുൽ വറ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയുടെ വഴിയാണ് ഞാൻ സ്വീകരിക്കുന്നത്. ആ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ പല അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏത് അവസരമാണ്? അന്നഹു ലമ്മ ഖയ്യദ നംറൂദ് ജിബ്രീൽ രിജ്ലൈഹി വയദൈഹി
വറമാഹു ഫിന്നാർ. തൗഹീദിന് വേണ്ടിയിട്ട് നാട്ടുകാരോട് സംവദിച്ച്, വീട്ടുകാരോട് സംവദിച്ച്, കൂട്ടുകാരോട് സംവദിച്ച് ആ തൗഹീദിന് വേണ്ടി നേരായ വഴിക്ക് വേണ്ടി നിലകൊണ്ടപ്പോ നാട്ടുകൂട്ടം ഒത്തൊരുമിച്ച് വന്നിട്ട് വലിയ തീക്കുണ്ടാരം ഒരുക്കിയിട്ട് നമ്രൂദ് എന്ന് പറയുന്ന ഏറ്റവും പരുഷനായ പരുക്കനായ ഭരണാധികാരി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ട് കൈകളും കാലുകളും കൂട്ടിക്കെട്ടിയിട്ട് വറമാഹു ഫിന്നാർ ആ തീയിലേക്ക് വലിച്ചെറിയുന്ന നേരത്ത് ജിബ്രീലു അലൈഹിസ്സലാം വഖാല ലഹു, ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് ആ ഇബ്രാഹിം നബിയോട് പറയുകയാണ്, ചോദിക്കുകയാണ്, ഹല്ലക മിൻ ഹാജ, ഹല്ലക മിൻ ഹാജ, ഹല്ലക മിൻ ഹാജ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ ഇബ്രാഹിം? അങ്ങ് പ്രവാചകനല്ലയോ, ഖലീലുള്ളയല്ലയോ, ആകാശഭൂമികളുടെ മലക്കൂത്തുകളെ കാണാൻ ഭാഗ്യം കിട്ടിയ ആളല്ലയോ? അതുകൊണ്ട് തന്നെ വല്ല ഹെൽപ്പും വേണോ, എന്റെ വല്ല സഹായവും വേണോ എന്ന് ജിബ്രീൽ വന്നുകൊണ്ട് ചോദിച്ചു അത്രേ. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി, അമ്മാ ഇലൈക ഫലാ ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ്. ഈ കാലമത്രയും ഇബ്രാഹിം ആർക്കു വേണ്ടിയാണോ വാദിച്ചത്, ആരുടെ ഏകത്വമാണോ പ്രഘോഷിച്ചത്, ആർക്കു വേണ്ടിയാണോ നിലകൊണ്ടത്, ആ റബ്ബിന്റെ സഹായമല്ലാതെ ഒരുത്തിന്റെ സഹായവും ഈ നേരത്തെ എനിക്ക് വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ നിൽക്കുന്ന നേരത്ത് അത് പറഞ്ഞത്, അല്ലാതെ വീട്ടിൽ സോഫയിൽ കിടന്ന നേരത്ത് പറഞ്ഞ വാചകമല്ലത്. നേരെ മറിച്ച് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ തന്റെ മുന്നിൽ കത്തിയാളുന്ന തീക്കുണ്ടാരത്തിലേക്ക് താൻ വലിച്ചെറിയപ്പെടുമെന്ന് ആ എല്ലാ പ്രതീക്ഷകളും മറ്റു നിൽക്കുന്ന നേരത്ത്, അതെ ആ സന്ദർഭത്തിൽ എവിടെയെങ്കിലും രക്ഷപ്പെടാൻ വഴിയുണ്ടോ എന്ന് ഏതൊരു മനുഷ്യനും അന്വേഷിക്കുന്ന നേരത്ത് അവിടെ വന്നിട്ട് ആ ജിബ്രീൽ ചോദിക്കുന്നത് വല്ല ഹെൽപ്പും വേണോ എന്ന്. ആ സന്ദർഭത്തിലാണ് ജിബ്രീലിന്റെ നേരെ വിരൽ ചൂണ്ടി ഖലീലുള്ള പറയുന്നത്, ഇല്ല നിന്നിലേക്കല്ല, ഇലൈക ഫലാ, നിന്നിലേക്കല്ല, നിന്റെ സഹായമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്ന് പറയുന്ന ആ മനസ്സുണ്ടല്ലോ, ഇബ്രാഹിം നബി അത് പറഞ്ഞപ്പോഴുള്ള ഇബ്രാഹിം നബിയുടെ മാനസികാവസ്ഥയുണ്ടല്ലോ, ആ മാനസികാവസ്ഥയായിരിക്കണം ഓരോ നിസ്കാരവേളകളിലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന മനുഷ്യരിൽ രൂപപ്പെടേണ്ടത് എന്ന് ഫഖറുദ്ദീനുർ റാസി റഹിമഹുല്ലാഹ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. മനസ്സിലാക്കണം, ഈ ഒരു തത്വം പഠിപ്പിക്കപ്പെട്ട സമൂഹം അവിടുന്ന് എവിടെ എത്തി? തലപ്പാവ് ധരിച്ചുകൊണ്ട് പല ആളുകളും നമ്മുടെ മുന്നിൽ വന്നു, നീള കുപ്പായമിട്ട് നമ്മുടെ മുന്നിലേക്ക് അവർ വന്നു. അവർ നാഴികക്ക് 40 വട്ടം ആവർത്തിച്ചു. എന്ത്? അഹ്ലുസുന്നത്തി വൽ ജമാഅ, നമ്മളാണ്, ഞങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ശരി, അങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഞങ്ങളാണെന്ന് വാദിച്ച ആളുകളോ അവര് പറഞ്ഞത് എന്താ? ഹസ്ബി അല്ലാഹ് എന്നിങ്ങനെ അതേ പുട്ടിന് പീരയിടുന്നത് പോലെ ഒരിടത്ത് പറയും. മറുഭാഗത്ത് അവര് പറഞ്ഞത് എന്താണ്? കാക്കണം ഞങ്ങളെ മടവൂരേ, നോക്കണം ഞങ്ങളെ ശൈഖോരേ, ഉങ്ങളെ തുണയല്ലാതൊരു തുണയും ഞങ്ങളിലില്ല പൂങ്കവരെ, ഞങ്ങളിലില്ല പൂങ്കവരെ. ഏതാണ്ട് 33 കൊല്ലം മുമ്പ് മരിച്ചുപോയ അതേ CM മടവൂരിനെ വിളിച്ചുകൊണ്ട് അവർ ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ് എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നത് എന്താ? ഞങ്ങളെ നിങ്ങളാണ് കാക്കേണ്ടത്, കാക്കണം ഞങ്ങളെ മടവൂരേ, നോക്കണം ഞങ്ങളെ ശൈഖോരേ. നിങ്ങളാണ് ഞങ്ങളെ നോക്കേണ്ടത്, ഞങ്ങളെ കാക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ തുണയല്ലാതൊരു തുണയും ഞങ്ങളിലില്ല പൂങ്കരളെ, നിങ്ങളുടെ തുണയല്ലാതെ മറ്റൊരു തുണയും ഞങ്ങൾക്കില്ല, നിങ്ങൾ പിടിവിട്ട വേറൊരു പിടിയും ഞങ്ങൾക്കില്ല. എത്രമാത്രം മനുഷ്യൻ അതപ്പതിച്ചു പോവുകയാണ്. ആ അതപ്പതിച്ചവനാ പറയുന്നത് ഞാനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ, അവനാ പറയുന്നത്. പക്ഷേ അഹ്ലുസുന്ന അതല്ല കേട്ടോ. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ ഹമ്മുഹു കുല്ലുഹു ഫില്ലാഹ് വഹുബ്ബുഹു ലഹു വഹുബ്ബുഹു കുല്ലുഹു ലഹു വഖസ്ദുഹു ലഹു വബദനുഹു ലഹു വഅഅമാലുഹു ലഹു വനൗമുഹു ലഹു വഖൽവതുഹു ലഹു വയഖ്ലതുഹു ലഹു. ആ യഥാർത്ഥ അഹ്ലുസുന്നയുടെ വ്യക്തിത്വമാണോ? അമ്പിയാക്കൾ വഴി സ്വീകരിക്കുന്ന ആളാണോ? സ്വഹാബത്തിന്റെ മാർഗം സ്വീകരിക്കുന്ന ആളാണോ? എങ്കിൽ അവന്റെ ഹമ്മ മുഴുവനും അല്ലാഹുവിലാണ്, അവന്റെ ടെൻഷൻ മുഴുവനും അല്ലാഹുവിന്റെ കാര്യത്തിലാണ്. വേറൊരു കാര്യത്തിലും അവന് ടെൻഷൻ ഇല്ല, മറ്റൊരു കാര്യത്തിലും അവന് പ്രയാസം ഇല്ല. അത് പ്രയാസം വേണ്ട എന്നല്ല പറഞ്ഞതാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ.
അള്ളാഹുവിന്റെ മിത്രമായവന് പേടി വേണ്ട, ഭയം വേണ്ട, ക്ലേശം വേണ്ട. അത് റബ്ബ് പറഞ്ഞതാണ്, നീ പേടിക്കണ്ട. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹുവിന്റെ മിത്രങ്ങൾ പേടിക്കേണ്ടതില്ല. ദുനിയാവിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടതില്ല. അതേ കൂട്ടുകുടുംബാദികളെ കുറിച്ചോർത്ത് ടെൻഷൻ അടിക്കേണ്ടതില്ല. തന്റെ രോഗത്തെ കുറിച്ചോർത്ത് ടെൻഷൻ അടിക്കേണ്ടതില്ല. കാരണം ആ മുഅ്മിൻ മനസ്സിലാക്കുന്നത്, തന്റെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ സ്വാഭാവികമായും അനുഭവിക്കുന്നൊരു വേദനയുണ്ടല്ലോ, ആ വേദനയ്ക്ക് പോലും റഹ്മാനായ റഊഫായ കാരുണ്യവാനായ അള്ളാഹു എനിക്കതിന് പകരം എന്റെ പാപങ്ങൾ മായ്ച്ചു തരുമെന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അതുകൊണ്ടാണ് രോഗം ബാധിച്ച് കിടന്ന ഉമ്മു അലാഇന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെന്നിട്ട് പറഞ്ഞത്, അബ്ശിരി യാ ഉമ്മൽ അലാ, അബ്ശിരി യാ ഉമ്മൽ അലാ. അതുകൊണ്ടൊരു മനുഷ്യനിതാ ക്യാൻസർ ആണ്, ഫോർത്ത് സ്റ്റേജ് ആണെന്ന് പറഞ്ഞാലും, ട്യൂമർ ആണെന്ന് പറഞ്ഞാലും, ഇതാ വലിയ മാരകമായ രോഗം ബാധിച്ചു എന്ന് പറഞ്ഞാലും, ഒരു മുഅ്മിനിന്റെ പ്രതികരണം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഏതു സന്ദർഭത്തിലും അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. കാരണം നീ ഖൈറല്ലാതെ തരില്ല അല്ലാഹ്, നല്ലതല്ലാതെ തരില്ല അല്ലാഹ്. ഒരു രോഗം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾക്ക് മഗ്ഫിറത്തായി ആ വേദന നീ സ്വീകരിക്കുന്ന റഊഫായ റഹ്മാനാണ് നീ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ നൊമ്പരങ്ങളിലും വേദനകളിലും അല്ലാഹുവിലേക്ക് തന്നെ ഖൽബ് മടക്കിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ ആ മുഅ്മിനായ മനുഷ്യന് കഴിയും. മാത്രമല്ല, ജീവിതത്തിൽ എന്ത് തന്നെ നഷ്ടം വന്നാലും, കച്ചവടം പൊട്ടിപ്പോയി, ഹലാലായ വഴിയിൽ പോയതാണ്, ലാഭം നേടാൻ കഴിഞ്ഞില്ല, ഇനി അതല്ല മറ്റേതെങ്കിലും പ്രയാസമുണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി, കഷ്ടതകൾ വന്നുപോയി, ആ മുഅ്മിനിന്റെ നാവിൽ നിന്ന് വരുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, ഒന്നുമില്ലാതെ ഉടുതുണി പോലുമില്ലാതെ ദുനിയാവിൽ വന്നവനാണു ഞാൻ. വാവിട്ട് നിലവിളിക്കാൻ മാത്രം അറിയുന്ന അവസ്ഥയിൽ ദുനിയാവിലേക്ക് വന്നവനാണു ഞാൻ. ഒരരിഞ്ഞാണച്ചരട് പോലും ഇല്ലാതെ ദുനിയാവിലേക്ക് വന്നവനാണു ഞാൻ. തന്നതെല്ലാം നീയാണ് അല്ലാ. എന്റെ കുടിലും എന്റെ കൊട്ടാരവും എന്റെ പറമ്പും എന്റെ പാടവും എന്റെ വാഹനവും, അങ്ങനെ ഞാനുമായി എന്തെല്ലാം ഉണ്ടോ എന്റെ മക്കളടക്കം, റബ്ബേ നിന്റെ ഫضലാണ്, ഔദാര്യമാണ് അല്ലാ. ഇതെല്ലാം നിന്റേതാണ്. നീ തന്നതാണെങ്കിൽ തിരിച്ചെടുക്കാൻ നിനക്ക് അധികാരമുണ്ട് അല്ലാ. ഇന്നാ ലില്ലാഹ്, നമുക്കുള്ളതെല്ലാം നാം അടക്കം അല്ലാഹുവിൻ്റെതാണ്. വഇലൈഹി റാജിഊൻ. അതുകൊണ്ട് തന്നെ ആ റബ്ബിലേക്ക് മടങ്ങാനുള്ളവരാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ കാര്യത്തിൽ മുഅ്മിനിന് ടെൻഷൻ ഇല്ല, രോഗത്തിന്റെ കാര്യത്തിൽ മുഅ്മിനിന് ടെൻഷൻ ഇല്ല, കച്ചവട വിഷയങ്ങളിൽ മുഅ്മിനിന് ടെൻഷൻ ഇല്ല. അവൻ ടെൻഷൻ ഫ്രീ ആണ്, അമ്ന് അനുഭവിക്കുന്നവനാണ്. പക്ഷേ അവന്റെ മനസ്സിൽ ഒരു ഹമ്മുണ്ട്, അവന്റെ മനസ്സിൽ ഒരു ടെൻഷൻ ഉണ്ട്. ഓരോ ദിവസവും അവന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോ, ഓരോ മിനിറ്റുകളും കടന്നു പോകുമ്പോ, റബ്ബിന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും എന്റെ നാവിലൂടെ, കണ്ണിലൂടെ, കാതിലൂടെ സംഭവിക്കുന്നുണ്ടോ? എന്റെ വീട്ടിൽ എന്തെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? എന്റെ വീട്ടിൽ കല്യാണം നടക്കുമ്പോ എന്തെങ്കിലും ഹറാമ് സംഭവിച്ചിട്ട് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ നടക്കുന്നുണ്ടോ? അതുപോലെ തന്നെ എന്റെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഹറാമുകൾ വന്നു പോകുന്നുണ്ടോ? അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും എന്നിൽ വന്നു പോകുന്നുണ്ടോ? ഇനി അല്ല, അല്ലാഹുവിന് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ റബ്ബിന് വേണ്ടി ഞാൻ സമർപ്പിച്ചത് തന്നെ ആ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഞാൻ കൊടുത്തത് റബ്ബ് സ്വീകരിക്കുന്നുണ്ടോ? എന്റെ നിസ്കാരം അല്ലാഹു ഖബൂലാക്കുന്നുണ്ടോ എന്ന ഒരു ടെൻഷൻ മുഅ്മിനിന് ഉണ്ടാകുമല്ലോ. ആ ടെൻഷൻ മാത്രമേ മുഅ്മിനിനുള്ളൂ. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന ഹും മിൻ ഖശിയതി റബ്ബിഹിം മുശ്ഫിഖൂൻ വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജ്ലഹ വഅന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാതി വഹും ലഹാ സാബിഖൂൻ. സൂറത്ത് മുഅ്മിനൂനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലദീന ഹും മിൻ ഖശിയതി റബ്ബിഹിം മുശ്ഫിഖൂൻ, അവന്റെ ശഫഖത്ത് മുഴുവനും, അവന്റെ ടെൻഷൻ മുഴുവനും, അവന്റെ ഭയം മുഴുവനും റബ്ബിന്റെ കാര്യത്തിലാണ്, അല്ലാഹുവിന്റെ കാര്യത്തിലാണ്. അവർ അല്ലാഹുവിന്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവരാണ്, ഒരു തരത്തിലും ശിർക്ക് ചെയ്യാതെ ജീവിക്കുന്നവരാണ്. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, ശിർക്ക് ചെയ്യാതെ ജീവിക്കുന്നവരാണ്. മാത്രമല്ല, അല്ലാഹു അവർക്ക് നൽകിയതിൽ നിന്ന് അവർ വീതിച്ചു കൊടുക്കുന്നവരാണ്. തന്റെ കാര്യം, തന്റെ കുട്ടികളുടെ കാര്യം, തന്റെ കെട്ടിയോളുടെ കാര്യം മാത്രമല്ല, നേരെ മറിച്ച് മറ്റുള്ളവർക്ക് കൂടി തന്റെ സമ്പത്ത് വീതിച്ചു കൊടുക്കുന്നവരാണ്. വഫി അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം, അവരുടെ സമ്പത്ത് അവർക്ക് മാത്രമുള്ളതല്ല, യാചിച്ച്
വരുന്ന യാചകർക്കടക്കം, അതേ ജീവിതോപാധി തടഞ്ഞ മനുഷ്യർക്കടക്കം തന്റെ സമ്പത്തിത അവർക്കും അർഹതയുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നവരാണ്. പക്ഷേ വഖുലൂബുഹും വജ്ലത്തുൻ, ആ നേരത്തെല്ലാം അവരുടെ ഹൃദയം ഇങ്ങനെ കിടുകിടാ വിറച്ചുകൊണ്ടിരിക്കുമെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ഇതെല്ലാം ചെയ്യുന്ന നേരത്തും അവരുടെ ഖൽബിങ്ങനെ കിടുകിടാ വിറക്കുമെന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ മഹദി ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ അടുക്കൽ ഇരുന്നുകൊണ്ട് ഈ ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോ റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാണ് അവരുടെ ഖൽബ് ഇങ്ങനെ വിറക്കുന്നത്? ഹുവല്ലദീ യസ്രിഖു വയസ്നി വയശ്റബുൽ ഖംറ, നബിയെ അവരിങ്ങനെ മദ്യപിക്കുന്നവരാണോ നബിയെ? അവർ വ്യഭിചാരികളാണോ നബിയെ? അവർ മോഷ്ടാക്കളാണോ നബിയെ? ഓഹോ യഖാഫുല്ലാഹ അസ്സ വജല്ല, അല്ലാഹുവിനെ ഭയപ്പെട്ടെന്തിനാ അവരുടെ ഖൽബ് ഇങ്ങനെ വിറക്കുന്നത്? അവർ മോശപ്പെട്ട ജീവിതം ഏതെങ്കിലും ജീവിതത്തിന്റെ ഇടവേളകളിലോ അല്ലെങ്കിൽ മറയുടെ പിന്നിലോ അല്ലെങ്കിൽ പാതിരാവിലോ ചെയ്യുന്നവരാണോ എന്ന് ചോദിച്ച നേരത്ത് അല്ലാഹുവിന്റെ റസൂൽ തിരുത്തി കൊടുക്കുകയാണ്, ലായാ ബിന്ത സിദ്ദീഖ്, സിദ്ദീഖിന്റെ പൊന്നുമോളെ, ഒരിക്കലും അവർ വ്യഭിചാരികളല്ല, അവര് മോഷ്ടാക്കളല്ല, അവർ തോന്നിവാസം ചെയ്യുന്നവരല്ല. വലാകിന്നഹുല്ലദീ യുസല്ലി വയസൂമു വയതസദ്ദഖു, അവർ കൃത്യമായി റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന മനുഷ്യരാണ്. മാത്രമല്ല അവർ അല്ലാഹുവിന് വേണ്ടി നോമ്പ് നോക്കുന്ന മനുഷ്യരാണ്. വയതസദ്ദഖു, അവർ സദഖ നൽകുന്ന മനുഷ്യരാണ്. എന്നിട്ടും അവർ പേടിക്കാൻ കാരണം, ഹൃദയം മറക്കാൻ കാരണം, അവരതെല്ലാം ചെയ്തത് റബ്ബ് കബൂലാക്കിയിട്ടുണ്ടോ ഇല്ലേ, ആ വിവരം നമ്മുടെ കയ്യിലില്ലല്ലോ. അവര് കൊടുത്തു ശരിയാണ്, നിസ്കരിച്ചു ശരിയാണ്, ആ നിസ്കാരം തൂക്കി നോക്കുന്ന ഒരു ദിവസം വരൂലേ, ആ നിസ്കാരത്തിന്റെ കനം നോക്കുന്ന ദിവസം വരൂലേ, അവരുടെ നോമ്പ് തൂക്കി നോക്കുന്ന ദിവസം വരൂലേ, അവരുടെ സക്കാത്തുകൾ തൂക്കി നോക്കുന്ന ദിവസം വരൂലേ. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. ആ നിസ്കാരം ഇങ്ങനെ തൂക്കി നോക്കുമ്പോൾ കനം കുറഞ്ഞു പോയി, നോമ്പ് തൂക്കി നോക്കുമ്പോൾ കനമില്ലാത്ത നോമ്പാണ്, സക്കാത്ത് നോക്കുമ്പോൾ പലരും ഇതാ പ്രശസ്തി പറഞ്ഞ് ആളുകളോട് പറഞ്ഞ് നാട്ടിൽ മഞ്ഞ് പറഞ്ഞ് ഇതാ എടുത്തു പറഞ്ഞതിന്റെ കനം കുറഞ്ഞു പോയിരിക്കുന്നു. ആ രൂപത്തിലും ആയിത്തീരാമല്ലോ ആഖിറത്തിൽ. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ വിഷയത്തിൽ അവർ ഭയപ്പെടുകയാണ്. അത്തഹിയ്യാതു അൽ മുബാറകാതു അത്തയ്യിബാതു ലില്ലാഹ്, അല്ലാഹുവിനാണ് അവരുടെ എല്ലാ വിശിഷ്ടമായതും അവർ സമർപ്പിച്ചത്, റബ്ബിനാണ് അവർ കൊടുത്തത്, റബ്ബുൽ ആലമീനാണ് അവർ സമർപ്പിച്ചത്. പക്ഷേ റബ്ബിന്റെ പ്രത്യേകത ഇന്നല്ലാഹു തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അല്ലാഹു തയ്യിബാണ്, പരമപരിശുദ്ധനാണ്, പരിശുദ്ധമായതല്ലാതെ റബ്ബ് കബൂലാക്കൂലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കുചേലന്റെ അവൽപ്പൊതി അല്ലാഹു സ്വീകരിക്കുമോ? ഈ പാവപ്പെട്ടവന്റെ നിസ്കാരം അല്ലാഹു കബൂലാക്കാൻ പര്യാപ്തമാണോ? എന്റെ സുജൂദും എന്റെ റുകൂഉം എന്റെ സദഖകളും അല്ലാഹുവിന്റെ സമക്ഷത്തിൽ വെക്കാൻ പ്രാപ്തമാണോ? അതല്ല ഫജഅൽനാഹു ഹബാഅം മൻസൂറാ. ഒരു സംഘം ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, അവർ അമൽ ചെയ്തവരാണ്. ആ അമൽ എന്ന് പറഞ്ഞാൽ വെറും അമലല്ല, ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. ആയുസ് മുഴുവനും പണിയെടുത്ത് അധ്വാനിച്ച് തഅബാനായി പോയ മനുഷ്യന്മാർ, തഅബാനായ ആളുകള്, ആമിലത്തുൻ നാസിബ പണിയെടുത്ത് ക്ഷീണിച്ചു പോയ മനുഷ്യര്, അവർ വിചാരിച്ചത് കൂലി കിട്ടുമെന്നാണ്, സ്വർഗം കിട്ടുമെന്നാണ്. പക്ഷേ അവരുടെ നിയ്യത്ത് നന്നായില്ല, അവരുടെ അമല് നന്നായില്ല, അവരുടെ നിയ്യത്ത് അല്ലാഹുവിന് ഖാലിസായില്ല, ഇഖ്ലാസോടെ ആയില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യക്കനുസൃതമായില്ല. അവരെന്തൊക്കെയോ ചെയ്തു, കുറെ അമലുകൾ ചെയ്തു കൂട്ടി, ആ അമലുകൾ അല്ലാഹു സ്വീകരിക്കുന്നില്ല. എടുക്കാ നാണയങ്ങളാണ്, എടുക്കാ ചരക്കുകളാണ്, എടുക്കാത്ത നാണയങ്ങളാണ്. ആമിലത്തുൻ നാസിബ, അങ്ങനെ പണിയെടുത്ത് തഅബാനായി അല്ലാഹുവിനെ കണ്ടുമുട്ടിയ ആളുകള് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത് അതേ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ, നരകമാണ് അവർക്ക് കടക്കാനുള്ള വീടായി റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയത്. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, അതേ അവരെ സംബന്ധിച്ചിടത്തോളം കുടിപ്പിക്കപ്പെടുന്ന പാനീയം പോലും അവർക്ക് മോശമായതാണ്, ഒന്നും നേടാൻ അവർക്ക് കഴിഞ്ഞില്ല അമലുകൾ കൊണ്ട്. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യന്റെ ഹമ്മ്, അവന്റെ ടെൻഷൻ അല്ലാഹുവിന്റെ വിഷയത്തിൽ മാത്രമാണ്, ദുനിയാ കാര്യത്തിലല്ല. വഹുബ്ബുഹു കുല്ലുഹു ലഹു,
ആ മുഅ്മിനിന്റെ ഇഷ്ടം അല്ലാഹുവിന് വേണ്ടിയാണ്, ഹുബ്ബ് അല്ലാഹുവിന് വേണ്ടിയാണ്. മാത്രമല്ല വഖസ്തുഹു ലഹു, അവന്റെ നിയ്യത്ത്, അവന്റെ എയിം അത് അല്ലാഹുവാണ്, റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. വബദനുഹു ലഹു, അവന്റെ ആരോഗ്യം അല്ലാഹുവിനുള്ളതാണ്. വഅഅമാലുഹു ലഹു, അവന്റെ സംസാരവും അവന്റെ അനക്കവും അവന്റെ അടക്കവും റബ്ബിനുള്ളതാണ്. വനൗമുഹു ലഹു, അവന്റെ ഉറക്കം പോലും അല്ലാഹുവിനുള്ളതാണ്. വയഖലതുഹു ലഹു, അവന്റെ ഉണർവും അല്ലാഹുവിനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയാണോ എങ്കിൽ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴി റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കൊരു ത്വരീഖത്തുണ്ട്, നമുക്കൊരു മാർഗമുണ്ട്. ആ മാർഗം ഏതെങ്കിലും ഇൽഹാം പറയുന്ന മാർഗമല്ല, ഏതെങ്കിലും ഇൽഹാമിൻ്റെതായ മാർഗമല്ല. അങ്ങനെ ഒരുപാട് മാർഗം ലോകത്ത് പറഞ്ഞു വന്ന ആളുകളുണ്ട്. എനിക്ക് ലദുന്യായ ഇൽമുണ്ട് എന്ന് പറഞ്ഞു വന്ന ആളുകളുണ്ട്. എനിക്കപ്പോൾ അതേ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഒന്നും കാര്യം തികയേണ്ടതില്ല. നേരെ മറിച്ച് നിരവധി അനവധി വഴികൾ ത്വരീഖത്തുകൾ എനിക്കുണ്ട് എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. ലബിസുദ്ദുലൂക മുറക്കഅൻ വതഖശഫു ഫതകശുഫിൽ അഖ്താബി വൽ അബ്ദാലി ഖതഉ തരീഖസ് സാലികീന വഗവ്വറു സുബുലൽ ഹുദാ ബിജഹാലത്തിൻ വളലാലി. നമ്മുടെ നാട്ടിൽ നിരവധി തരീഖത്ത് പ്രസ്ഥാനങ്ങൾ നിങ്ങൾ കണ്ടില്ലയോ? നിങ്ങളുടെ ഈമാൻ സലാമത്താക്കി തരാമെന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ടല്ലോ. അവർ കടന്നു വന്നിട്ട് എന്താ അവര് പറഞ്ഞത്? അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ശരിയത്ത് വേണ്ടാന്നാണ്, ഞങ്ങൾക്ക് കിതാബുകളൊന്നും വേണ്ട എന്നാണ്, ഞങ്ങൾക്ക് ആയത്തും ഹദീസും നോക്കണ്ട എന്നാണ്. അവരിതാ അതേ സാലിക്കീങ്ങളായ റബ്ബിന്റെ മാർഗത്തിൽ കടന്നു ജീവിച്ച മുൻഗാമികളായ മനുഷ്യന്മാരുടെ തരീഖത്തുകളെ അതിനെ മുറിച്ചു കളഞ്ഞിട്ട് അതേ യഥാർത്ഥമായ ഹിദായത്തിന്റെ വഴി മുഴുവനും അത് മായ്ച്ചിട്ട് അവർ മറ്റൊരു വഴി ഉണ്ടാക്കുന്നു. ആ വഴിയാകട്ടെ ബിജഹാലത്തിൻ വളലാലി, വലാലത്തിൽ ഊട്ടപ്പെട്ട തരീഖത്ത്, വലാലത്തിൽ ഊട്ടപ്പെട്ട ജഹാലത്തിൽ ഊട്ടപ്പെട്ട തരീഖത്ത്. അത് തരീഖത്ത് പ്രസ്ഥാനങ്ങളിൽ മാത്രമല്ല, ചില സംഘടനക്കാർ പോലും നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. ഞങ്ങൾ നവോത്ഥാനത്തിന്റെ ആളുകളാന്ന് പറഞ്ഞായിരിക്കും അവർ കടന്നു വരിക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിലായിരിക്കും അവർ കടന്നു വരിക. അവർക്ക് ഖുർആനില്ല, അവർക്ക് സ്വഹീഹായ ഹദീസുകൾ പോരാ. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസ് പോരാ, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസ് വേണ്ട, മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് പോലും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് മാത്രമേ ഞങ്ങൾ ദീൻ മനസ്സിലാക്കൂ എന്ന് പള്ളി മിമ്പറുകളിൽ നിന്ന് ജഹാലത്ത് വിളമ്പുന്ന അങ്ങേറ്റം പരമജാഹിലുകളായ മനുഷ്യർ സംഘടനക്കാരായി വന്നാൽ പോലും മനസ്സിലാക്കിക്കോ, ഖതഉ തരീഖസ് സാലികീന വഗവ്വറു സുബുലൽ ഹുദാ ബിജഹാലത്തിൻ വളലാലി. ഇവിടെ നേരായ വഴിയുണ്ട്. അതേ മുൻഗാമികളായ സാലികീങ്ങളായ റബ്ബിന്റെ മാർഗത്തിൽ ജീവിച്ച് കടന്നുപോയ മുൻഗാമികളായ മനുഷ്യർ വരച്ചു കാണിച്ച നേരിന്റെ വഴിയുണ്ട്. ആ ഹിദായത്തിന്റെ വഴിയെ മാറ്റി മറിച്ചുകൊണ്ട് മായ്ച്ചുകൊണ്ട് ജഹാലത്ത് കൊണ്ട് മതം പറയുന്ന, വഴികേട് കൊണ്ട് മതം പറയുന്ന ആളുകളുണ്ട്. അമറൂലവാഹിറഹും ബിഅസ്വാബിത്തുഖാ വഹസൗ ബവാതിനഹും മിനൽ ഇദ്ഗാലി. ദീനിന്റെ കുപ്പായം അണിഞ്ഞു വരികയാണ് അവര്, ദീനിന്റെ കോലം കെട്ടി വരികയാണ് അവര്, തഖ്വയുടെ കുപ്പായം അണിഞ്ഞു വരികയാണ് അവര്. എന്നാൽ ഉള്ളാകട്ടെ ലലാലത്താണ്, ഉള്ളാകട്ടെ എല്ലാ വഴികേടുകളുമാണ്. ഇൻ ഖുൽത ഖാലല്ലാഹു ഖാല റസൂലുഹു ഹമസൂക ഹംസൽ മുൻകിരിൽ മുതആലി. അത്തരം ആളുകളോട് നീ പറ, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, റസൂല് പറഞ്ഞിട്ടുണ്ട് എന്ന് നീ അവരോട് പറഞ്ഞാൽ അവർ നിന്നെ തട്ടിത്തെറിപ്പിച്ചു പോകുന്നത് കാണാൻ കഴിയും. ഞങ്ങൾക്കതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു പോകുന്നത് കാണാൻ കഴിയും. അല്ലാഹ് പറഞ്ഞടോ, റസൂലുള്ള പറഞ്ഞടോ എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാനുള്ള കൽബ് അവനില്ല, അവനത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഈ തരീഖത്തുകാരനും ഈ കള്ള സംഘടനക്കാരനും ഇവരിത് ഉപേക്ഷിച്ചിട്ട് അവൻ അവന്റേതായ ലോകം തീർക്കുകയാണ്. എന്ന് മാത്രമല്ല, ഔ ഖുൽത ഖദ് ഖാല അസ്സഹാബത്തു വൽ ഉലാ തബിഊഹും ഫിൽ ഖൗലി വൽ അഅമാലി. ദീൻ പറയാൻ വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച സ്വഹാബത്തിന്റെ മൻഹജുണ്ട്, സ്വഹാബത്തിന്റെ മാർഗമുണ്ട്. ആ സ്വഹാബത്തിന്റെ മാർഗത്തിലേക്ക് വരൂ, അത് പിൻപറ്റൂ എന്ന് പറയുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അതും അവർ സ്വീകരിക്കുന്നില്ല, അതും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഖൗലിലും അഅമാലിലും ആ മുൻഗാമികളായ പൂർവസൂരികളായ സ്വഹാബത്തിന്റെ വഴി അത് സ്വീകരിക്കാനും അവർ തയ്യാറാകുന്നില്ല. വയഖൂലു ഖൽബി ഖാല ലി അൻ സിർരിഹി അൻ സിർരി സിർരി അൻ സഫാ അഹ്വാലി അൻ ഹദറതി അൻ ഫിക്രതി അൻ ഖൽവതി.
അൻ ഷാഹിദി അൻ വാരിദി അൻ ഹാലി. അവൻ പറയുന്നത് എന്താണ്? ഈ കള്ളത്തരീക്കത്തുകാരനും ഈ കള്ള സംഘടനക്കാരനും അല്ല പറഞ്ഞത് വേണ്ട, അള്ളാന്റെ റസൂല് പറഞ്ഞാലും വേണ്ട, സഹിഹായ ഹദീസ് കിട്ടിയാലും വേണ്ട എന്ന് പറയുന്ന ഈ ജാഹിലുകളെ സംബന്ധിച്ചിടത്തോളം അവര് പറയുന്നു വയഖൂലു ഖൽബി അൻ ഫിക്റതി അൻ ഖൽവതി. എന്റെ ബുദ്ധി എന്നോട് പറയുന്നുണ്ട്, ഞാൻ ഖൽവത്തിലിരിക്കുന്ന ഒറ്റക്കിരിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ ഉത്ബോധം ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല എന്റെ അഹ്വാലുകളിലൂടെ തന്നെ ഞാൻ നേടിയ അറിവുകളാണ്, ഇൽമുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ മാർഗം, പുതിയ വഴി സ്വീകരിച്ചു പോവുകയാണ്. ആ പുതിയ വഴി സ്വീകരിച്ചു പോകുന്നവൻ ഒരിക്കലും അഹ്ലുസ് സുന്നയിലില്ല. നേരെ മറിച്ച് ഈ തരീഖത്ത് മുത്തുനബിയുടെ തരീഖത്താണ്, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച തരീഖത്താണ്. അതുകൊണ്ടാണ് അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അഖ്വാലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅഫ്ആലുഹു വതക്രീറാതുഹു. നബിയുടെ അമലുകളാണ്, റസൂലുള്ളാഹിന്റെ പ്രവർത്തനങ്ങളാണ്, റസൂലുള്ളാഹിന്റെ അംഗീകാരങ്ങളാണ്. അതാണ് അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞാൽ. അത് റസൂലുള്ളാഹിന്റെ അംഗീകാരങ്ങളുള്ള കാര്യങ്ങൾ, റസൂലുള്ളാഹിന്റെ ചര്യകൾ, റസൂലുള്ളാഹിന്റെ നടപടിക്രമങ്ങൾ. ആ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നവനാണോ നിന്റെ ഉറക്കം അല്ലാഹുവിനുള്ള ഉറക്കമാണ്, റബ്ബിനുള്ള ഉറക്കമാണ്. അതുകൊണ്ടല്ലേ മുഅ്മിനായ മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നീ ഉറങ്ങാൻ പോവുകയാണെങ്കിൽ പോലും, നീ നിന്റെ വിരിപ്പിലേക്ക് പോവുകയാണെങ്കിൽ പോലും, ഇദാ അതൈത മൽജഅക ഫതവല്ല വുളൂഅക ലിസ്സലാഹ്. നീ ജുമുഅക്ക് പോകുമ്പോൾ വുളൂ എടുക്കാറില്ലേ? ളുഹറിന് വുളൂ എടുക്കാറില്ലേ? അതുപോലെ നിസ്കരിക്കുമ്പോൾ വുളൂ എടുക്കുന്നത് പോലെ നന്നായി വുളൂ എടുത്തിട്ട് സുമ്മൽതജി അലാ ശിക്കിക്കൽ അയ്മൻ, നീ പോയിട്ട് വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കണം. റസൂല് പറയാൻ ആ വിരിപ്പിൽ പോലും മലർന്നു വീഴുകയല്ല, ഇഷ്ടത്തിന് ചാടിക്കളിക്കുകയല്ല. കാരണം നീ അള്ളാഹുവിന്റെ ദാസനാണ്, നിന്റെ ഉറക്കം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഉറക്കമാകണം. അതുകൊണ്ട് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം. എന്ന് മാത്രമല്ല, ആ സമയത്ത് നിനക്ക് പറയാനുള്ള ദിക്റുകളോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. നീ ഒരു യുക്തിവാദിയല്ല, ഒരിക്കലും നീ ഒരു യുക്തിവാദിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതെ, ആ സമയത്ത് നീ വിശുദ്ധ ഖുർആനിൽ നിന്ന് അള്ളാഹു പ്രത്യേകമായി തഅ്വീദിന് വേണ്ടി നിനക്കിറക്കി തന്ന സൂറത്തുകൾ നീ ഓതണേ, എന്നിട്ട് കയ്യിലൂതണേ, ശരീരമാസകലം അതൊന്ന് തടവണേ. എന്തിനാ അത് എന്ന് ചോദിക്കണ്ട. ഞാൻ വലിയ മുത്തഖിയാണ്, ഞാൻ വലിയ മുവഹിദാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും എനിക്ക് നോക്കേണ്ടതില്ല. എന്ത് ശൈത്താൻ, എന്ത് പിശാച്, അതൊന്നും നോക്കേണ്ട ബാധ്യത എനിക്കില്ലെന്നല്ല റസൂല് പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് എല്ലാവിധ പൈശാചികമായ ശർറുകളിൽ നിന്നും രക്ഷപ്പെടേണ്ടത് നിന്റെ ബാധ്യതയാണ്. നിന്റെ തടിയെ സലാമത്താക്കേണ്ടത് നിന്റെ ബാധ്യതയാണ്. ഈ പൈശാചികമായ എല്ലാ ഇടപെടലുകളിലും റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് രക്ഷ നേടൽ നിന്റെ ബാധ്യത. തൗഹീദ് മുറുക്കി പിടിച്ചുകൊണ്ട് അല്ലാഹുവിനെ അവലംബിച്ചുകൊണ്ട് പൈശാചിക വലയങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകേണ്ടത് നിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ കിടക്കുന്ന നേരത്ത് മുഅവ്വിദാത്തൊന്ന് ഓതിയേക്കണേ, തഅ്വീദിന് വേണ്ടി അല്ലാഹു അവതരിപ്പിച്ച സൂറത്തൊന്ന് ഓതിയേക്കണേ. ആ സൂറത്തുകൾ ഓതിയിട്ട്, സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട്, സൂറത്തുൽ ഫലഖ് ഓതിയിട്ട്, സൂറത്തുൻ നാസ് ഓതിയിട്ട്, കയ്യിൽ ഊതിയിട്ട്, ശരീരമാസകലം തടകിയിട്ടൊന്ന് കിടന്നേക്കണേ എന്ന് പറയുമ്പോ അതിലെ യുക്തി എന്താണെന്ന് അന്വേഷിച്ചു പോകുന്ന വലിയ ബുദ്ധി ചമയുന്ന ബുദ്ധിരാക്ഷസന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടാകാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന നേരത്ത് റബീഉൽ അവ്വലായി കഴിഞ്ഞപ്പോ, ആ റബീഉൽ അവ്വലിൽ ഹിജ്റ 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗാതുരനായിട്ട് കിടക്കുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിച്ച് പ്രവാചകന്റെ കൈകാലുകൾ അനക്കാൻ പോലും കഴിയാതെ പ്രവാചകന്റെ സിരകളിലൂടെ വിഷമിങ്ങനെ വമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നാഡികൾ മുറിഞ്ഞു പോകുന്ന വേദന റസൂലുള്ളാഹി അനുഭവിക്കുമ്പോ ആയിഷ ബീവി വിളിച്ചുകൊണ്ട്, മാ അജിദു അലമത്താമുല്ലദി അകൽതു ബി ഖൈബറ ഫഹാദാ വജത്തു ഗിത്താ അബ്ഹരി മിൻ ദാലിക സുമ്മു യാ ആയിഷ. എന്റെ പ്രിയതമയായ ആയിഷ, അന്ന് ആ ജൂതപ്പെണ്ണ് ഖൈബറിൽ വെച്ചുകൊണ്ട് തന്ന വിഷം, എന്റെ ഉള്ളിൽ അണഞ്ഞു കിടന്നിരുന്ന, അനങ്ങാതെ കിടന്നിരുന്ന വിഷം അവസാന നിമിഷങ്ങളിൽ അത് ചലിച്ചു തുടങ്ങി. ആയിഷ, ഷഹീദിന്റെ പദവി അല്ലാഹു എനിക്ക് തരാൻ റബ്ബിന്റെ തീരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ജൂതപ്പെണ്ണ് തന്ന വിഷം എന്റെ നാടികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. ആയിഷ, ആ വിഷം ഇങ്ങനെ എന്റെ സിരകളിൽ പടർന്നിട്ട് എന്റെ നാടികളും നരമ്പുകളും മുറിഞ്ഞു പോകുന്ന വേദന എനിക്ക് തോന്നുന്നുണ്ട്. ആയിഷ, എന്റെ നാടികളും നരമ്പുകളും
എപ്പോഴും പൊട്ടിപ്പോകുന്ന വേദന എനിക്കുണ്ട് ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബിവിയോട് പറയുമ്പോ കൈകാലുകൾ അനക്കാൻ കഴിയാതെ പ്രവാചകൻ ആയിഷുമ്മാന്റെ മടിയിൽ കിടക്കുമ്പോ ആ രാത്രി എത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ ഇഖ്റ അലയ്യ, അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്നുള്ള മുഅവ്വിദാത്തുകൾ എനിക്ക് ഓതിത്തരൂ ആയിഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ ബീവി ആ സമയത്ത് രോഗാതുരമായി റസൂലുള്ള കിടക്കുമ്പോ പോലും ആയിഷ ബീവിയോട് പറയുകയാണ് ഓതിത്തരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനം സ്വീകരിച്ചിട്ട് മുഅവ്വിദാത്ത് റസൂലുള്ളാഹിക്ക് ഓതിക്കൊടുക്കുന്നു ആയിഷ ബീവി. എന്നിട്ട് റസൂലുള്ളാഹിന്റെ കയ്യിൽ തന്നെ ഊതിക്കൊടുക്കുകയാണ്. നബിയുടെ കൈ ആയിഷ ബീവി പിടിച്ചുകൊണ്ട് തന്റെ ശരീരമാസികലം തടകി കൊടുക്കുകയാണ്. എന്നിട്ട് ആയിഷ ബീവി അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, എന്തുകൊണ്ടാണ് എന്റെ കയ്യിൽ ഊതാതെ റസൂലുള്ളാഹിന്റെ കൈയിൽ തന്നെ ഊതിയിട്ട് റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ തടകി കൊടുക്കാൻ കാരണം റജാ ബറകതിഹാ, എന്റെ കൈക്കില്ലാത്ത ബർക്കത്ത് അല്ലാഹുവിന്റെ റസൂൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആയിഷാന്റെ കൈയുടെ ബർക്കത്തിനേക്കാളും റസൂലുള്ളാഹിന്റെ കൈക്ക് ബർക്കത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കൈ കൊണ്ട് തന്നെ ഞാൻ റസൂലുള്ളാഹിക്ക് തടകി കൊടുത്തു എന്ന് പറഞ്ഞത് ആയിഷ ബീവിയാണെങ്കിൽ, അതേ ആ രൂപത്തിൽ വിരിപ്പിലേക്ക് ചെന്നാൽ നബി പഠിപ്പിച്ച രൂപത്തിലുള്ള തഅവീദുകൾ മുഴുവനും അഭയം മുഴുവനും അഥവാ ഇസ്തിആദത്ത് മുഴുവനും നടത്തിയതിനു ശേഷം എല്ലാ പ്രാർത്ഥനകളും സംസാരങ്ങളും കഴിഞ്ഞാൽ ആ കിടപ്പിൽ കിടന്ന് നീ പറയണേ, എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ളഹരി ഇലൈക റഹ്ബതൻ വറഗ്ബതൻ ഇലൈക ലാ മൻജഅ വലാ മൽജഅ മിൻക ഇല്ലാ ഇലൈക ആമന്തു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. ഈ ദുആ നീ നിർവഹിക്കണം അല്ലാഹുവേ, ഞാൻ എന്നെ നിനക്കിതാ സമർപ്പിച്ചിരിക്കുന്നു. സുജൂദിൽ പള്ളിയിൽ കിടന്ന് പറയല്ല, ജുമഅയിൽ കിടന്ന് പറയല്ല, നേരെ മറിച്ച് വിരിപ്പിൽ കിടന്നിട്ട് ഉറങ്ങാ നേരത്തൊരു മുഅ്മിൻ പറയാണ്, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. അല്ലാഹുവേ, എന്റെ ശരീരം ഞാൻ നിനക്ക് സമർപ്പിച്ചു, എന്റെ മുഴുവൻ കാര്യങ്ങളും രഹസ്യവും പരസ്യവും അറിഞ്ഞതും അറിയാത്തതും പ്രകടമായതും പ്രകടമാകാത്തതും ഞാനുമായി ബന്ധപ്പെട്ട എന്റെ ഇമ വെട്ടുന്ന വിഷയം പോലും എന്റെ ഹൃദയം പിടിക്കുന്ന വിഷയം പോലും ചെറുതും വലുതുമായ സർവ്വകാര്യങ്ങളും എന്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലാ. നിന്റെ മുന്നിൽ ഞാൻ ഇതാ കീഴൊതുങ്ങി എന്റെ പാഠം വെച്ചിരിക്കുന്നു അല്ലാ. സർവ്വ പ്രതീക്ഷകളും നിന്നിലാണ് അല്ലാ, സർവ്വ അഭയവും നിന്നിലാണ് അല്ലാ, സർവ്വരക്ഷയും നിന്നിലാണ് അല്ലാ. അല്ലാഹുമ്മ ആമന്തു ബികിതാബികല്ലദീ അൻസൽത. അല്ലാഹുവേ, നീ അവതരിപ്പിച്ച കിതാബിൽ വിശ്വസിച്ചവനാണ് ഞാൻ. വബിനബിയികല്ലദീ അർസൽത, നീ അയച്ച മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിശ്വസിച്ചവനാണ് ഞാൻ എന്ന് പറഞ്ഞു വേണം നീ ഉറങ്ങാൻ. അങ്ങനെ നീ ഉറങ്ങുമ്പോൾ ആ ഉറക്കിൽ പാതിരാത്രിയിൽ നിശയുടെ ശബ്ദതയിൽ നീ ഗാഢനിദ്രയിൽ അകപ്പെട്ടു പോയ നേരത്ത് ഷുഗർ വലിയ ഷുഗർ അല്ലേ, നിനക്ക് ചെറുതല്ലല്ലോ. അതേ 200 കഴിഞ്ഞ് 300 കഴിഞ്ഞ് 400 അടുത്ത് ഷുഗർ ഇല്ലേ, കൊളസ്ട്രോൾ ഇല്ലേ, മറ്റു പ്രശ്നങ്ങളില്ലേ, സ്വാഭാവികമായും ആ ഉറക്കിൽ സൈലന്റ് അറ്റാക്ക് വരാൻ സാധ്യതയേറെയാണ്. അടുത്തു കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ മരിച്ചു പോകാനുള്ള സാധ്യതയേറെയാണ്. ഒന്ന് ചെറുതായി ഒരു പ്രാണി വന്ന് കുടുങ്ങിയാൽ, ശ്വാസനാളത്തിൽ കുടുങ്ങിയാൽ മരിച്ചു പോകാനുള്ള സാധ്യതയേറെയാണ്. ആ ഉറങ്ങുന്ന ഉറക്കിൽ ആ ഉറക്കിൽ മുത്തനിയങ്ങ് മരിച്ചു പോയാൽ മുത്തഅലൽ ഫിത്ര, വുളു എടുത്തു വന്ന് വലതു ഭാഗം ചരിഞ്ഞു കിടന്ന് നീ വാചകം പറഞ്ഞിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ശുദ്ധമായ പ്രകൃതിയിൽ മരിക്കാൻ നിനക്ക് കഴിയും. അല്ലാഹുവിനെ ആ നിലയിൽ കണ്ടെത്താൻ നിനക്ക് കഴിയും. അതുകൊണ്ട് ഒരു ദിവസത്തെ അവസാനത്തെ വാചകമായി ഈ വാചകത്തെ നീ ഏറ്റെടുക്കണേ എന്ന് റസൂലുള്ള പറഞ്ഞുവെങ്കിൽ മുഅ്മിനായ മനുഷ്യൻ ഉറങ്ങാൻ പോകുന്നത് അവന്റെ ഉറക്കം അല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഉറക്കമാണ്. അത് റബ്ബിന് വേണ്ടിയുള്ള ഉറക്കമാണ്. ഇനി അവന് ഉണരണമെന്ന് ആഗ്രഹമുണ്ട്, അടുത്ത പ്രഭാതം കാണണമെന്ന് ആഗ്രഹമുണ്ട്. ആ ഉണർച്ച എന്തിനാണ്? നാളെ രാവിലെ എഴുന്നേറ്റുകൊണ്ട് അതേ കട തുറക്കണം അതിനെല്ലാം, അതല്ലെങ്കിൽ ഓഫീസിലെത്തണം അതിനെല്ലാം, അല്ലെങ്കിൽ മറ്റൊരു ഫെസ്റ്റിവൽ ഉണ്ട് അവിടെ പോകണം അതിനെല്ലാം, അല്ലെങ്കിൽ ഒരു ടൂർ ഉണ്ട് അതിനുമെല്ലാം. നാളെ നേരം വെളുത്ത് ഞാൻ എഴുന്നേൽക്കുന്നുവെങ്കിൽ ഉണരുന്നതും അല്ലാഹുവിന് വേണ്ടിയാണ്. ഉണരാൻ അവന്റെ മനസ്സിൽ നിയ്യത്താക്കിയത് മറ്റു ദുനിയാവിന്റെ ഒരു ആവശ്യവും അല്ല. നേരെ മറിച്ച് ആ ഉറക്കിൽ അവന്റെ നിയ്യത്ത് എന്താണെന്നറിയുമോ? അമ്മൻ ഹുവ ഖാരിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ يحذر الآخرة ويرجو رحمة ربه
ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ല, അതേ രാത്രിയുടെ അന്ത്യയാമങ്ങൾ, രാത്രിയുടെ യാമങ്ങളിൽ ചില മനുഷ്യരുണ്ട്. ആ രാത്രിയുടെ ആ യാമങ്ങളിൽ അവരിതാ പുതപ്പ് മാറ്റി എഴുന്നേറ്റ് വരുന്നു. എന്തിനാണ് അവർ എഴുന്നേറ്റ് വരുന്നത്? ചാറ്റ് ചെയ്യാൻ എഴുന്നേറ്റ് വരികയാണ്. ആരുമായിട്ടാണ് അവർ ചാറ്റ് ചെയ്യുന്നത്? ഇൻസ്റ്റഗ്രാമിലല്ല, ഫേസ്ബുക്കിലല്ല, മെസ്സഞ്ചറിലല്ല, വാട്സപ്പിലല്ല. അവർ ചാറ്റ് ചെയ്യാൻ എഴുന്നേറ്റ് വരുന്നത് റബ്ബുമായിട്ട് ചാറ്റ് ചെയ്യാനാണ്, അള്ളാഹുവുമായി മുനാജാത്ത് നടത്താനാണ്. എല്ലാവരും അതേ പുതപ്പിനടിയിൽ പൂണ്ടിറങ്ങുന്ന നേരത്ത് അവൻ എഴുന്നേറ്റ് വരുന്നു. യഹ്ദറുൽ ആഖിറ, അവൻ ആഖിറം കൊതിക്കുന്നവനാണ്. യർജു റഹ്മത റബ്ബിഹി, ഒന്നാൻ ആകാശത്തിറങ്ങി വന്നുകൊണ്ട് റബ്ബ് വാരിക്കൊടുക്കുന്നവന്റെ റഹ്മത്തുണ്ടല്ലോ, ആ റഹ്മത്ത് ചോദിക്കാൻ എഴുന്നേറ്റ് വന്നവനാണ്. ആ രൂപത്തിൽ അതേ രാത്രിയിൽ എഴുന്നേറ്റ് വരുന്ന ആളുകള്, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആളുകള്, തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉണർന്നത് റബ്ബിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനാണ്. ആ രാത്രിയിൽ നിശയുടെ നിശബ്ദതയിൽ റബ്ബിന്റെ മുന്നിൽ നിൽക്കുവാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ, യഥാർത്ഥ വിശ്വാസി, അവൻ എഴുന്നേറ്റ് വരുന്നു റബ്ബിന് വേണ്ടി. എന്നിട്ട് അല്ലാഹു ഇത് പറഞ്ഞിട്ടാ പറഞ്ഞത്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. വിവരമുള്ളവനും വിവരമില്ലാത്തവനും ഒരുപോലെയാകുമോ? ചിലര് മനസ്സിലാക്കിയത് വിവരമുള്ളവൻ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ചവൻ എന്നാണ്, നൈറ്റ് റൈഡിന് പോയവനാണ് എന്നാണ്, മറ്റനാശാസ്യങ്ങൾ ഏർപ്പെട്ടവനാണെന്നാണല്ല. നേരെ മറിച്ച് ബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞാൽ, ആലോചിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ, രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് വന്ന് നിസ്കരിച്ചവനാണ്. ഈ നിലയിൽ എന്നാണോ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്, നമ്മുടെ അമലുകളെ ക്രമീകരിക്കുന്നത്, നമ്മുടെ നിലപാടുകളെ ക്രമീകരിക്കുന്നത്, അപ്പോഴാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്ന എന്ന് പറയാൻ നമുക്ക് കഴിയുന്നത്. പക്ഷെ അവിടെ നിന്നൊക്കെ മാറി ഇന്നത്തെ അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിച്ചാൽ പോലും, നബി ഇങ്ങോട്ട് വരുമ്പോ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, ഒരു മരണ വീട് പോലും ചൂഷണം ചെയ്യുക. കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു സഹോദരി കൊല്ലത്ത് നിന്ന് വിളിച്ചു. എന്താ പറഞ്ഞറിയോ? വീട്ടിൽ വല്ലുമ്മ മരിച്ചതാണ്. എന്നിട്ട് വല്ലുമ്മ മരിച്ചത് മുതൽ ആ നാട്ടിൽ ഉള്ള കുറെ മൂല്യന്മാര് വീട്ടിലേക്ക് വരിക. എന്നിട്ട് ആ സാധു പലിശക്ക് പൈസ എടുത്തിട്ട് അവർ ഇന്നലെ 7 നടത്തി എന്നാണ്. പലിശക്ക് പൈസ എടുത്തിട്ട് 50,000 രൂപ എന്ന് പറയുന്നത് 70,000 എന്തെങ്കിലും ഹദിയ ചെയ്തിട്ട് എന്തെങ്കിലും റിലീഫിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് കൊല്ലത്ത് ഇന്നലെ ഒരു സഹോദരി. മനസ്സിലാക്കണം, വീട്ടിലൊരു മരണം നടന്നാൽ അവിടെ പോലും വന്ന് ദീനീയായ സർവ്വതും തകർത്ത് തരിപ്പണമാക്കി, അവിടെ പോലും ചൂഷണ കേന്ദ്രമാക്കി. ഇന്നിവിടെ വരുമ്പോഴും ഒരാൾ എന്നോട് സൂചിപ്പിച്ചു, ഇവിടെയും അത്തരം ചില സമ്പ്രദായങ്ങൾ, ഒരു മരിച്ച വീട്ടിലേക്ക് കുറേ മൂല്യന്മാരിങ്ങനെ ഓടി വരിക, എന്നിട്ട് അവരങ്ങനെ 40 പേര് അവിടെ അങ്ങോട്ട് കുടിയേറുക, എന്നിട്ട് അവിടെ പല തീറ്റിയും കുടിയും ബഹളമായിട്ട് അങ്ങനെ കൂടുക. ഇതൊന്നും ദീൻ പഠിപ്പിച്ച സംസ്കാരമല്ല. ദീനിനപ്പുറത്തേക്ക് ചാടിക്കടന്ന് പുതുനിർമ്മികൾ നിർമ്മിച്ച് പുതിയ വിശ്വാസമുണ്ടാക്കി, പുതിയ ആചാരമുണ്ടാക്കി, അതാണ് ദീനെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ശൈത്വാൻ, പിശാച് അവിടെ നമ്മെ കുടുക്കിയിടുകയാണ്. നമ്മൾ അത് വിശ്വസിച്ച് ദീനാണതെന്ന് വിശ്വസിച്ച് അവിടെ അങ്ങനെ കൂടുകയാണ്. പക്ഷേ അള്ളാഹു പഠിപ്പിച്ച ദീനുമായി ഇത്തരം സംഗതികൾക്കൊരു ബന്ധവുമില്ല, ഇത്തരം അനാചാരങ്ങൾക്കൊരു ബന്ധവുമില്ല. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതുപോലെ ആന ചവിട്ടിക്കൊല്ലുന്ന രൂപത്തിൽ ജാറങ്ങൾ സംവിധാനിക്കുന്നത് അഹ്ലുസുന്നയെയല്ല. അതുപോലെ തന്നെ ഖബറുകൾ കെട്ടിപ്പോക്കുക പോലെയുള്ള ദുഷിച്ച സമ്പ്രദായങ്ങൾ ഷിയാക്കൾ ലോകത്ത് നടപ്പാക്കിയ സമ്പ്രദായങ്ങൾ കൊണ്ടുവന്ന് ഇസ്ലാമിക ലോകത്ത് നടപ്പാക്കി ഇതാണ് അഹ്ലുസുന്ന എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒരു വലിയ ജനാവലി അതിൽ കുരുക്കിയിടുകയാണ്. യഥാർത്ഥ ദീനാകട്ടെ മുഹമ്മദുർ റസൂലുള്ള പഠിപ്പിച്ച, സ്വഹാബത്ത് ആചരിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്ന ഉത്തമമായ ഉന്നതമായ സംസ്കാരം, ആ സംസ്കാരം മറുഭാഗത്തുണ്ട്. അതൊന്നും അവ്യക്തമല്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അല്ലാഹ് പറഞ്ഞില്ലേ, നാമാണ് ഇത് അവതരിപ്പിച്ചത്, നാം തന്നെ ഇത് കാത്തു സൂക്ഷിക്കും. എന്നാൽ പല ആളുകളും ഇന്ന് രംഗത്ത് വന്നു. ചില മുസ്തഫ മൗലവിയെ പോലെ കുറെ ആളുകൾ അവർ പറയുന്നത് ഹദീസുകൾ തന്നെ വേണ്ട. അബൂ സുഫിയാൻ അടക്കമുള്ള, മുആവിയ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിനെ തെറി പറയുന്ന ഒരു സംഘം ആളുകൾ അവർ മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥ ദീനിനെ. ഷിയാക്കൾ മറുഭാഗത്ത് കടന്നു വരികയാണ്, കള്ളത്തരീക്കത്തുകാരൻ വേറൊരു വഴിക്ക് വരികയാണ്, കള്ളസംഘടനക്കാർ വേറൊരു വഴിക്ക് വരികയാണ്. ഇവർക്കെല്ലാം ആവശ്യം എന്താന്ന് ചോദിച്ചാൽ ഈ ഖുർആനും സുന്നത്തും അത് പൊത്തിപ്പിടിക്കുക, അത് ജനങ്ങളിലേക്ക് എത്തരുത്, അവിടെ നിന്ന് ജനങ്ങളെ തടയുക. ആ ഘട്ടത്തിൽ ഈ പറയുന്ന സർവ്വ മാറാപ്പുകളും വലിച്ചെറിഞ്ഞുകൊണ്ട്
വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും നേരായൊരു വഴിയുണ്ട്. അതിന് സ്വഹാബത്തിന്റെ ഒരു മൻഹജുണ്ട്. ലോകത്ത് വെളിച്ചം കിട്ടിയ നേരായ വഴി ഇമാം ബുഖാരി അടക്കമുള്ള, ഇമാം മുസ്ലിം അടക്കമുള്ള ആളുകൾ ലോകത്ത് കഠിന പ്രയത്നം നൽകി നടത്തിയിട്ട് ലോകത്തിന്റെ മുന്നിൽ സംരക്ഷിച്ചു കൊണ്ടെത്തിച്ച കൃത്യമായ തെളിവുകളുള്ള, ദലീലുകളുള്ള നേരായ വഴി അഹ്ലുസുന്നയുടെ വഴി. ആ അഹ്ലുസുന്നയുടെ വഴിയിൽ നിന്ന് അണുവോളം വ്യതിചലിക്കാതെ ആ മാർഗത്തിൽ ശക്തമായി നിന്ന് അടരാടുക എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിർവഹിക്കുന്ന ദൗത്യം. അതേ നമുക്ക് നിർവഹിക്കാനുള്ളൂ. വേറെ ഒരു ദൗത്യവും നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു ദൗത്യം നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ആഖിറത്തിൽ നമുക്കത് ഏറ്റവും വലിയ ഗുണപ്രദമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇവിടെ ഈ വിഷയത്തിൽ സംസാരം നടത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നേരിന്റെ വഴി, ഹിദായത്തിന്റെ വഴി, അള്ളാഹു നമുക്ക് തന്ന മുസ്തഖീമായ മാർഗം, അത് അള്ളാഹു തന്ന കണ്ണും കാതും ഖൽബും ഉപയോഗിച്ച് ആ വഴിയിലൂടെ തന്നെ ഉറച്ചു നിന്ന് അവസാനം വരെ, അന്ത്യശ്വാസം വരെ ആ സൽസരണിയിൽ നിന്ന് ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് അനുഗ്രഹം ചൊരിയുമാറാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ തറോപ്പയിലെ ഒരു സഹോദരൻ, നമ്മുടെ ഐഎസ്എമ്മിന്റെ പ്രവർത്തകന്റെ ഭാര്യ തലശ്ശേരിയിൽ ഐസിയുവിലാണ്. ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ എല്ലാവിധ പ്രയാസങ്ങളും ദൂരീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ആ സഹോദരി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിന് പകരമായി അല്ലാഹു ആ മഹദിക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും ഖൈറായ ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും, ഇടങ്ങേറുകളിൽ നിന്നും, എല്ലാവിധ ഭൗതികമായ ദുരിതങ്ങളിൽ നിന്നും, കഷ്ടതകളിൽ നിന്നും, കടങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹുവേ. ദീനിന്റെ മാർഗത്തിൽ ജീവിച്ച് അന്ത്യശ്വാസവും അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ സമർപ്പിച്ച് ഷഹീദുകളായി നിന്നെ കണ്ടുമുട്ടുന്ന വിശ്വാസികളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ഇണകളെ നീ സ്വാലിഹീങ്ങളാക്കണേ ഞങ്ങളുടെ അയൽവാസികളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹുവേ. ദുനിയാവിൽ ഞങ്ങൾ കണ്ടു പരിചയപ്പെട്ട് കടന്നുപോയ എല്ലാ സഹോദരങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ച സർവമാന പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ജസാക്കല്ലാഹു ഖൈറ. നമ്മുടെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വെള്ളിയാട് പ്രദേശത്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ യഥാർത്ഥമായ രൂപം എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി നടത്തിയ ഒരു പ്രോഗ്രാമാണിത്. ഒരുപാട് കഠിനാധ്വാനവും പ്രയാസങ്ങളും ഒക്കെ ഒരുപാട്